സവിശേഷവും ധന്യവുമായ ഈ മഹായോഗത്തിൻ്റെ ഈ രാത്രിയിലെ ആത്മീയ ശുശ്രൂഷകൾ ഈ വേദിയിൽ നിയന്ത്രിക്കുന്ന എൻ്റെ ചിരകാല സുഹൃത്തും ചർച്ച് ബോർഡിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറിയും കൂടിയായ ഫാസ്റ്റർ സാംകുട്ടി മാത്യു അവർകൾ, ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഈ മഹാപ്രസ്ഥാനത്തിന് സർവാത്മന സാരഥ്യം വഹിക്കുന്ന ചർച്ച് ബോർഡിൻ്റെ കേരള സ്റ്റേറ്റ് ഓവർസിയർ റവറൻഡ് CC തോമസ് അവർകൾ, അസിസ്റ്റൻറ്റ് ഓവർസിയർ ഫാസ്റ്റർ Y റെജി, എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ഷിബു കെ മാത്യു, സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി ഫാസ്റ്റർ സജി ജോർജ്, എനിക്ക് മുമ്പ് ദൈവജനം പ്രസംഗിച്ച ഫാസ്റ്റർ വിനോദ് ജേക്കബ്, ഫാസ്റ്റർ സൈമൺ ഫിലിപ്പ് അവർകൾ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന സർവാധരണീയരായ എല്ലാ കൃതദാസന്മാർക്കും, സ്റ്റേറ്റ് ഓവർസറോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സെൻട്രൽ പാസ്റ്റർമാർ, പ്രാദേശിക സഭയിലെ ശുശ്രൂഷകന്മാർ, ഇന്ന് രാത്രിയിലെ ആത്മീയ ശുശ്രൂഷകൾ അനുഭവിക്കാൻ വളരെ പ്രതീക്ഷയോടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ മാതാപിതാക്കൾക്കും, ഈ ശബ്ദപരിസരത്ത് ഇത് രാത്രിയിലെ പ്രസംഗം ശ്രദ്ധിക്കുന്ന എല്ലാ നല്ല നാട്ടുകാർക്കും, സുവിശേഷസ്നേഹികളായ എല്ലാ സുഹൃത്തുക്കൾക്കും, ഹൃദയഹാരിയായ പാട്ടിലൂടെ ഈ യോഗങ്ങളിൽ സംഗീത വിരുന്ന് വളരെ മനോഹരമായി നിർവഹിക്കുന്ന ഗായക സംഘം, എല്ലാവർക്കും ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ അഭിമന്യമായ നാമത്തിൽ സ്നേഹോഷ്മളമായ അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. വിനീതനായ എനിക്ക് ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ പവിത്രമായ സുവിശേഷവുമായി ദൈവവചനവുമായി ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ ഈ വേദിയെ സജ്ജമാക്കിയ സ്റ്റേറ്റ് ഓവർസറിനോടും അദ്ദേഹത്തിൻ്റെ ടീമിനോട്, കൗൺസിൽ അംഗങ്ങളോട് ഏറെ സ്നേഹത്തോടെ ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന മറ്റേ കൃതദാസന്മാർ, ഭൂട്ടാൻ സ്റ്റേറ്റിൻ്റെ ഓവർസിയർ പ്രിയപ്പെട്ട പാസ്റ്റർ AM വർഗീസ്, ഡൽഹിയിൽ നിന്ന് കടന്നു വന്ന സെൻട്രൽ വെസ്റ്റ് റീജിയൻ്റെ കൗൺസിൽ അംഗം പാസ്റ്റർ PJ ജോൺ അവർകൾ, ആൽബനിയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട സണ്ണിച്ചായൻ അടക്കമുള്ള, ന്യൂയോർക്കിൽ നിന്ന് വന്ന പാസ്റ്റർ ജോൺ തോമസ് അടക്കമുള്ള എല്ലാവർക്കും വിശേഷാൽ വന്ദനമറിയിക്കുകയാണ്. എൻ്റെ ശുശ്രൂഷയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന കർത്താവിൻ്റെ ദാസൻ എൻ്റെ സെൻട്രൽ പാസ്റ്റർ ജോസഫ് സാം, പാസ്റ്റർ S ജോസ് അവർകൾ, എല്ലാവരെയും സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്. ഈ യോഗം ആരംഭിച്ച നിമിഷം മുതൽ തൊട്ടുമുമ്പ് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ ഈ 101ാമത് കൺവെൻഷനിൽ ധ്യാനിപ്പാനും ഉടനീളം ചർച്ച ചെയ്യാനും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ തീമിനെ അധീരിച്ചുകൊണ്ട് അനവധിയായ പ്രസംഗങ്ങൾ പകലും രാത്രിയുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസമുള്ള എല്ലാ പ്രസംഗങ്ങളും, പകലും രാത്രിയുമുള്ള പ്രസംഗങ്ങൾ തുടർമാനമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായ നിലയിലാണ്. ഒരുപക്ഷെ പകലത്തെ ചില പ്രസംഗങ്ങളൊക്കെ വളരെ അസാധാരണമായ നിലയിൽ, അനുഗ്രഹീതമായ നിലയിലുള്ള പ്രസംഗങ്ങൾ ഉച്ചകഴിഞ്ഞുള്ള സെക്ഷനിലൊക്കെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളിലും പ്രഭാഷകരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇടപെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. ഏറെ ജാഗ്രതയോടുകൂടിയാണ് ഈ ക്രൈസ്തവ ഒട്ടക്കളത്തിൽ നാം ആയിരിക്കുന്നത്. രണ്ട് സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 1986 സോളിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും ഒന്നാമതായി ഓട്ടത്തിൽ ഓടിയെത്തിയ ഒരാളായിരുന്നു ഷൈനി വിൽസൺ. എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഷൈനി വിൽസൺ അയോഗ്യയാക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് ഷൈനി വിൽസൺ അയോഗ്യയാക്കപ്പെട്ടത്? ഒന്നാമത് ഓടിയെത്തി ഫിനിഷ് ചെയ്തു 86 ഏഷ്യൻ ഗെയിംസിൽ. എന്നാൽ അയോഗ്യയാക്കപ്പെട്ടതിൻ്റെ കാരണം അവർ ട്രാക്ക് മാറിയാണ് ഓടിയത്. രണ്ടാമതൊരു സംഭവം 2008 ഒളിമ്പിക്സിൽ നടന്ന സംഭവമാണ്. നിങ്ങൾക്കറിയാം, ഉസൈൻ ബോൾട്ട് കാലുകൾക്ക് കാറ്റിൻ്റെ വേഗതയുള്ള ഓട്ടക്കാരനാണ്, അതിവേഗതയുള്ള ഓട്ടക്കാരനാണ്. 4x100 മീറ്റർ റിലേയിൽ അദ്ദേഹത്തിൻ്റെ ടീമിനെ മുഴുവൻ ഔട്ടാക്കി. അയോഗ്യത ഉണ്ടാകുന്നതിൻ്റെ കാരണം അദ്ദേഹം ഉത്തേജക മരുന്ന് കഴിച്ചതിൻ്റെ പേരിലാണ്.
ആ മരുന്നിൻ്റെ പേരെനിക്കറിയാം, ഞാനത് പറയുന്നില്ല, ആരെങ്കിലും വാങ്ങിച്ചാലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിൽ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ടീം മുഴുവൻ, ജമൈക്കൻ ടീമിനെ മുഴുവൻ അയോഗ്യരാക്കുകയും ചെയ്തു. സ്വർണ്ണ മെഡൽ നട്ടുപിടിയുണ്ടായി. ഷൈനി വിൽസൻ്റെയും ഉസൈൻ ബോൾട്ടിൻ്റെയും കാര്യം ഞാൻ ഓർപ്പിച്ചത് ഏറെ ജാഗ്രതയോട് ക്രൈസ്തവത നാം നയിക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷ്യവും മാർഗവും വളരെ പ്രധാനമാണ്. ഫിനിഷിങ് മാത്രമല്ല, അതിൽ മാർഗവും വളരെ പ്രധാനമാണ്. ട്രാക്കിനെ കുറിച്ച് പാസ്റ്റർ സൈമൺ ഫിലിപ്പ് ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. വെറുതെ ഓടാൻ പറ്റത്തില്ല, ഈ ഓട്ടത്തിന് ചില നിയമങ്ങളുണ്ട്, ഈ ഓട്ടത്തിന് ചില മാനിഫെസ്റ്റോയുണ്ട്, ഈ ഓട്ടത്തിന് ചില നിയതമായ ട്രാഫിക് നിയമങ്ങളുണ്ട്, ഇതിനൊരു ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. മാത്രമല്ല അനുവദനീയമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഉസൈൻ ബോൾട്ട് അയോഗ്യനാക്കപ്പെട്ടത്. ഈ ഓട്ടത്തിൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കണം ക്രൈസ്തവത നമ്മൾ നയിക്കേണ്ടതായിട്ടുള്ളത്. ഏറ്റവും അനുഗ്രഹീതമായൊരു പ്രമേയമാണ് ഈ കോൺഫറൻസിൻ്റെ എല്ലാ സെക്ഷനുകളിലും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സഭയ്ക്ക് ദാർശനികമായി അടിത്തറയിട്ട അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് വിശുദ്ധ പൗലോസ്. ഇതിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തെക്കുറിച്ച് വൈജ്ഞാനിക തലത്തിൽ വലിയ തർക്കമുണ്ടെങ്കിലും UCBSും സ്കൂൾ ഓഫ് അലക്സാണ്ട്രിയയും അടക്കമെല്ലാം ഇത് പൗലോസ് എഴുതി എന്നാണ് വിശ്വസിക്കുന്നത്. കാനോനികമായി ഇത് പൗലോസ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആര് എന്നുള്ളതല്ല വിഷയം. പുസ്തകത്തിൻ്റെ കേന്ദ്രീകൃത പ്രമേയം നമ്മുടെ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എഴുത്തുകാരാരാണ് എന്നുള്ളതല്ല വിഷയം. എല്ലാ തെരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. വേദപുസ്തകത്തിൻ്റെ അക്ഷരപ്രകാരമുള്ള ദൈവനിശ്വാസ്യതയിൽ നാം വിശ്വസിക്കുന്ന സ്തോത്രം. നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ 14 എണ്ണങ്ങളിൽ ഒന്നാമത്തത് അതാണ് ദ വെർബൽ പ്ലീനർ ഇൻസ്പിറേഷൻ. എഴുത്തുകാരാരാണ് എന്നുള്ളതല്ല, ഇത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയതാണ്, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്, അക്ഷരപ്രകാരമുള്ള ദൈവനിശ്വാസ്യതയാണ്. ആ ദൈവത്തിൻ്റെ ദാസനായ പൗലോസിൻ്റെ 14 ലേഖനങ്ങളിൽ 5 ലേഖനങ്ങൾ ക്രിസ്തു വിജ്ഞാനി ലേഖനങ്ങളാണ്. ഒരു കാലത്ത് ആരാണ് യേശു ക്രിസ്തു എന്നറിയാത്ത പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രൈസ്തവ സഭയെ ആക്രമിക്കുന്നതിന് വേണ്ടി മഹാപുരോഹിതൻ്റെ അധികാരപത്രവുമായി കടന്നു വരുന്ന പൗലോസ്, ഒരിക്കൽ അദ്ദേഹം സ്തേഫാനോസിനെ കൊലപ്പെടുത്തുന്ന ഗൂഢാലോചനയിൽ പങ്കുവഹിച്ച പൗലോസ് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നീട് അനന്യാസിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ദമസ്കോസിലേക്കുള്ള യാത്രയിൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഉച്ച സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൻ്റെ പ്രഹരമേറ്റ് നിലത്ത് വീണ പൗലോസ് അന്ന് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? യേശു ക്രിസ്തു ആരാണ് എന്നറിയാത്ത പൗലോസ് തൻ്റെ 5 ലേഖനങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു ആരാണ് യേശു ക്രിസ്തു എന്ന്. അതൊന്ന് എഫേസ്യ ലേഖനം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം കൊലോസ്യ ലേഖനത്തിൽ സഭയുടെ തലയായ ക്രിസ്തുവിനെയാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഫിലിപ്പിയ ലേഖനത്തിൽ സ്വർഗീയമായ മഹിമകളെ വെടിഞ്ഞ് ഈ പാണലോകത്തിലേക്ക് ഇറങ്ങി വന്ന സ്വയപരിത്യാഗിയായ ക്രിസ്തു, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, യേശു ക്രിസ്തു തന്നെത്താൻ ഒഴിച്ച യേശു ക്രിസ്തുവിൻ്റെ സ്വയപരിത്യാഗത്വം. ഫിലോമോന്റെ ലേഖനത്തിൽ യജമാനനായ ക്രിസ്തു യേശു ക്രിസ്തുവിനെ കർത്താവായി കൂറിയോസ് അവതരിപ്പിക്കുകയാണ്. ഇവിടെ എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സുപ്പീരിയോറിറ്റിയാണ്. 5 ലേഖനങ്ങളിൽ പൗലോസ് അവതരിപ്പിക്കുന്നത് യേശു ക്രിസ്തു ആരാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 5:30 മണി മുതൽ ഈ മൈതാനത്തുയരുന്നത് നമ്മുടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളാണ്. നമ്മളാക്കിയത് യേശു ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കിയത് യേശു ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത് യേശു ക്രിസ്തുവാണ്. നമ്മുടെ പാട്ടിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയരുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. നമ്മൾ പാടിയല്ലോ, എല്ലാ നാമത്തിലും മേലായ നാമം, നമ്മെ ഉയർത്തിയ നാമം, നമ്മെ അനുഗ്രഹിച്ച നാമം, നമ്മെ സൗഖ്യമാക്കുന്ന നാമം, നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റി നമ്മുടെ ജീവിതത്തിന് പ്രകാശം നൽകിയ ആ നാമത്തെ ഓർത്ത് കരങ്ങൾ ഉയർത്തുക, അവൻ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെ പൊളൈൻ ക്രിസ്റ്റോളജിയിൽ, പ്രത്യേകിച്ച് കനോസിസ് ക്രിസ്റ്റോളജിയിൽ വളരെ മനോഹരമായി യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. ആരാണ് ക്രിസ്തു? ഈ എബ്രായ ലേഖനത്തിൽ അതിപ്രധാനമായ 3 പ്രമേയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന്, സുപ്പീരിയർ പേഴ്സൺ, ആരാണ് ശ്രേഷ്ഠനായൊരു മനുഷ്യൻ? അത് ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവാണ്. 2, സുപ്പീരിയർ പ്രീസ്റ്റ്ഹുഡ്, ശ്രേഷ്ഠമായൊരു പൗരോഹിത്യമുണ്ട്. അതേതാണ്? മൽക്കീസദേക്കിന്റെ പൗരോഹിത്യമാണ്. 3, സുപ്പീരിയർ പ്രിൻസിപ്പിൾ, ശ്രേഷ്ഠമേറിയൊരു തത്വമുണ്ട്. അതേതാണ്? ഫെയ്ത്താണ്,
വിശ്വാസമാണ്. അതാണ് 11 മുതൽ 13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു ആരാണ്? 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു സുപ്പീരിയർ പേഴ്സണെ അവതരിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് 1 അധ്യായം 4 വാക്യത്തിൽ പറയുന്നു, മോർ എക്സലന്റ് നെയിം, എല്ലാ നാമത്തിലും വിശിഷ്ടമായ നാമം യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തെ കുറിച്ചാണ് സവിസ്തരമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ പറയട്ടെ, ഇത് ആരോടാണ് പറയുന്നത്? എബ്രായ ക്രൈസ്തവരോടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചക മതമാണ് യഹൂദമതം. ലോകത്തിലെ ഏറ്റവും വലിയ പൗരോഹിത്യ വൈദിക മതമാണ് യഹൂദമതം. ആ യഹൂദമതത്തിൻ്റെ വക്താക്കളോട്, പ്രവാചകന്മാരുള്ള, പുരോഹിതന്മാരുള്ള, ദേവാലയമുള്ള, അഭിമാന സ്തംഭങ്ങളുള്ള ഒരു ജനതയോട് പറയുകയാണ്, യേശു ക്രിസ്തുവാണ് ശ്രേഷ്ഠൻ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ ബിംബങ്ങൾ തകരുകയാണ്. യഹൂദമതത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളും ബിംബങ്ങളും തകരുകയാണ്. അവരുടെ അഭിമാനമായ സകല ബിംബങ്ങളെയും തകർത്ത്, അവരുടെ മതത്തിൻ്റെ അധികാര കേന്ദ്രീകൃതമായ സകല ചിഹ്നങ്ങളെയും തകർത്ത്, അവരുടെ അഭിമാന സ്തംഭങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് പറയുന്നു, റിയാലിറ്റി യേശു മാത്രമാണ്. ദേവാലയം അവരുടെ ഒരു ബിംബമാണ്. പ്രീസ്റ്റ്ഹുഡ് അവരുടെ ഒരു ബിംബമാണ്. ടാബർനാക്കിൾ, സമാഗമന കൂടാരം അവരുടെ ഒരു ബിംബമാണ്. കവനന്റ് അവരുടെ ഒരു ബിംബമാണ്. മധ്യസ്ഥന്മാർ അവരുടെ ഒരു ബിംബമാണ്. നേതാക്കന്മാർ അവരുടെ ഒരു പേഴ്സണാലിറ്റി കൾട്ടാണ്. അതുപോലെ തന്നെ അവരുടെ യാഗം അവരുടെ ഒരു സാംസ്കാരിക ചിഹ്നമാണ്. എന്നാൽ എല്ലാ അധ്യായങ്ങളിലും ഈ ബിംബങ്ങളെല്ലാം തകർത്തുകൊണ്ട്, ഈ ചിഹ്നങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, യേശുവാണ് ശ്രേഷ്ഠൻ, യേശുവാണ് വലിയവൻ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ആരും അല്ല ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ വലിയവൻ, നമ്മുടെ യേശുവാണ് വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദ ജനതയുടെ അഭിമാന സ്തംഭങ്ങളായ സകലവിധമായ ബിംബങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് യേശുവിനെ കുറിച്ച് പറയുകയാണ്. 1 അധ്യായം 2-3 വാക്യത്തിൽ 7 പദവികളാണ് പറയുന്നത്. ഞാൻ വേഗത്തിൽ പോകും. വന്ദേ ഭാരത് പോലെ ആയിരിക്കും ഞാൻ പോകുന്നത്. വേഗത്തിൽ നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 8:50-8:55 പ്രസംഗം നിർത്തി നമ്മൾ ആരാധനയിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. 7 പദവികൾ പറയുകയാണ്. അതിൽ 1-4 പറയുന്നത് മോർ എക്സലന്റ് നെയിം. നമുക്ക് പറയാൻ കൊള്ളാവുന്ന ഒരു പേര് ഇന്ന് രാത്രി യേശുവിൻ്റെ പേര് മാത്രമാണ്. അതിൽ കൂടുതൽ അവിടെ ഗ്രാമർ ഉപയോഗിക്കാനില്ല. മോർ എക്സലന്റ് നെയിം, അതാണ് ഏറ്റവും നല്ല പേര്. ആ ദൈവത്തിൻ്റെ, ആ ക്രിസ്തു 7 പദവികൾ പറയുന്നു. 1, 2, 3 വാക്യങ്ങളിൽ അവൻ സകലത്തിനും അവകാശിയാണ്. അതവിടുത്തെ പുത്രത്വമാണ്. അവൻ സകലതും ഉണ്ടാക്കിയതാണ്. യഹോവ സാക്ഷിക്കാരൻ ഇന്ന് രാത്രി സംശയം കാണും യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച്. തിരുവല്ലയിൽ താമസിക്കുന്ന ക്രിസ്റ്റാഡൈവിസുകാരന് സംശയം കാണും യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച്. എന്നാൽ ഇന്ന് രാത്രി ഭാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ ജനസമൂഹത്തെ നോക്കി ഇന്ന് ഞാൻ രാത്രി പറയുന്നു, ഞങ്ങൾക്ക് സംശയമില്ല, യേശു ദൈവമാണ്, സകലത്തെ ഉണ്ടാക്കിയവരാണ്. സ്തോത്രം. ഇന്ന് രാത്രി ലോകത്തോട് ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, ഒരു മുട്ടുസൂചി ഉണ്ടാക്കാൻ കഴിയുമോ? ഔട്ട് ഓഫ് നഥിങ്, അനന്തമായ ശൂന്യതയിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നു ഇന്നലെ ഒരു കാറ്റടിച്ചപ്പോൾ ഈ പന്തൽ ഇവിടെ ഉണ്ടായി വന്നെന്ന്? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നു ഈ കെട്ടിടങ്ങൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് കല്ലും ഇഷ്ടികയും മണ്ണും ഒലിച്ചു വന്നുണ്ടായതാണെന്ന്? ഇന്ന് രാത്രി നാസ്തികലോകത്തോട് സഭയുടെ സംവാദം അതാണ്. വിളിച്ചു പറയുന്നു, ശൂന്യതയിൽ ഒരു തീപട്ടികം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ, ശൂന്യതയിൽ മുട്ടുസൂചി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ, മൊട്ടത്തോടിനകത്തെ കൊഴുത്ത ദ്രാവകം ഒരു 28 ദിവസം കൊണ്ട് മജ്ജ വെച്ച്, മാംസം വെച്ച്, ചിറക് വെച്ച്, കൊച്ചു മസ്തിഷ്കം വെച്ച്, ഒരു കുഞ്ഞ് ഹൃദയം വെച്ച് കോഴി കുഞ്ഞാകുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലെങ്കിൽ, നിരീശ്വരവാദത്തോട് ഇന്ന് രാത്രി സഭ പറയുന്നു, ഇത് ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്. ആ ജ്ഞാനത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നു. ഇന്ന് രാത്രി നിരീശ്വരവാദത്തിന് പിന്നാലെ, യുക്തിവാദത്തിന് പിന്നാലെ, റാഡിക്കൽ ഹ്യൂമനിസത്തിന് പിന്നാലെ പോകുന്ന ചെറുപ്പക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരണം. ഇതിനെ വിളിച്ചു വരുത്തിയ ഒരു പരമജ്ഞാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിനെ വിളിച്ചു വരുത്തിയ ഒരു പരബ്രഹ്മമുണ്ട്. ഇതിനെ വിളിച്ചു വരുത്തിയ ഒരു അബ്സല്യൂട്ട് റിയാലിറ്റി ഉണ്ട്. അതിനെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നു. അവനാണ് സകലതും ഉണ്ടാക്കിയത്. സൃഷ്ടിപ്പിൽ ക്രിസ്തുവിന് പങ്കാളിത്തമല്ലെന്ന് പറയുന്ന ഇടത്തൂടുകൾക്കെതിരെ, ആസ്തിത്വപരമായ മതവംശങ്ങൾക്കെതിരെ, ശീഷ്മകൾക്കെതിരെ ഇന്ന് രാത്രി പൊതുയോഗം വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ കർത്താവ് സകലം സൃഷ്ടിച്ചവനാ. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, എല്ലാം അവനാ സൃഷ്ടിക്കപ്പെട്ടു. അതവന്റെ പദവിയാ. അവൻ തേജസ്സിന്റെ പ്രഭയാണ് കേട്ടോ. തേജസ്സിന്റെ പ്രഭ
അപ്പൊ തത്വത്തിന്റെ മുദ്രയാണ്. തത്വത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് എക്സാക്ട് റെപ്രസെന്റേഷൻ ആൻഡ് റെവലേഷൻ. ഞങ്ങൾക്ക് സംശയമില്ല, പിതാവിന്റെ സാരാംശം എന്നാണോ അതാണ് ഞങ്ങളുടെ ക്രിസ്തുവിന്റെ സാരാംശം. ഹോമോസിയോൺ, ഒരു സംശയമില്ല. യേശുവിന്റെ സാരാംശം പിതാവിന്റെ സാരാംശം തന്നെയാണ്. അവൻ തത്വത്തിന്റെ മുദ്രയാണ്, തേജസ്സിന്റെ പ്രഭയാണ്, സകലത്തെയും തന്റെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്നവനാണ്. തീർന്നില്ല, അവനാണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച വചനം തന്നെയാണ് സംരക്ഷിച്ചത്. വചനമാണ് സകലവും സൃഷ്ടിച്ചത്. അതേ വചനം തന്നെയാണ് സൃഷ്ടിച്ചതിനെ സംരക്ഷിച്ചത്, നിലനിർത്തിയത്. എന്നാൽ പാപം ചെയ്ത് ദൈവത്തെ തകർന്നു പോയപ്പോൾ വീണ്ടെടുക്കാൻ ഇറങ്ങി വന്നതും സൃഷ്ടിച്ച വചനം തന്നെയാണ്. ഇന്ന് രാത്രി ആ തിയോളജി മനസ്സിലായവർ കാരമുഖത്തെ സ്തോത്രം ചെയ്താട്ട്. സൃഷ്ടിച്ച വചനം തന്നെയാണ് സംരക്ഷിച്ചത്, സൃഷ്ടിച്ച വചനം തന്നെയാണ് വീണ്ടെടുപ്പ് നിർവഹിച്ചത്, പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ബലിപീഠങ്ങളിൽ ആറുവാരി ഒഴുക്കി ആടുകളുടെ രക്തം, ബലിപീഠങ്ങളിൽ കായല് പോലെ ഒഴുക്കി കാളകളുടെ രക്തം. എന്നിട്ടും ആരുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ നെഞ്ചു വളർന്ന് കരളിലെ രക്തം കൊണ്ട് നിങ്ങളെയും എന്നെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തമാണ്. ആ യേശു ക്രിസ്തുവാണ് പാപത്തിന് പരിഹാരം. ആരെങ്കിലും ഇന്ന് രാത്രി ക്രിസ്തുവില്ലാത്തവർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇന്ന് രാത്രി യോഗം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പാപത്തിന് പരിഹാരകൻ യേശുവാണ്. ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി. അതാണ് 6ാമത്തെ പദവി. എന്നിട്ട് 7ാമത്തെ പദവി എന്താ? എന്നിട്ട് മഹിമയുടെ വലതുഭാഗത്ത് പോയി അങ്ങ് ഇരുന്നു. സ്തോത്രം. ഇരുന്നെന്ന് 4 പ്രാവശ്യം പറയുന്നുണ്ട്. ഞാൻ എബ്രായത്തിൽ നിന്നും മാത്രമേ സംസാരിക്കൂ. 12ാം അധ്യായത്തിൽ ഇമ്മീഡിയറ്റ് കോണ്ടസ്റ്റും എബ്രായലേഖനത്തിന്റെ വൈഡർ കോണ്ടസ്റ്റിലും. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, പ്രൈസൽ ഇരുന്നെന്ന് 4 പ്രാവശ്യം പറയുന്നുണ്ട്. 1:3 പറയുന്നു അവൻ ജയാളിയായിട്ടിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി തോറ്റ യേശുവിന്റെ അടുക്കലല്ല നിങ്ങൾ ഇരിക്കുന്നത്. 110 സങ്കീർത്തനത്തിന്റെ കൊട്ടേഷനാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്ക. തോറ്റിട്ടല്ല യേശു പോയിരുന്നത്. വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധവർഗം വെപ്പിച്ച് നിരായുധരാക്കി. 1 നിരായുധരാക്കി, 2 പരസ്യകോലമാക്കി, 3 ജയോത്സവം കൊണ്ടാടി. ഇന്ന് രാത്രി നിരാശപ്പെടേണ്ട, ഇന്ന് രാത്രി കരയണ്ട. യേശു ജയിച്ചവനാണ്, യേശു ജയിച്ചവനാണ്, യേശു ജയിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ആയുധം പിടിച്ചു വാങ്ങി, പ്രൈസ് ദി ലോർഡ്, പരസ്യകോലമാക്കി, പ്രൈസ് ദി ലോർഡ്, വാഴ്ചകളെ അധികാരങ്ങൾ തോപ്പിച്ചിട്ട് 111 സങ്കീർത്തനം 1-ാം വാക്യം ഉദ്ധരിക്കുന്നു. അവൻ ജയിച്ചിട്ട് പോയിരിക്കുകയാണ്. യേശു ജയിച്ചവനാണെങ്കിൽ കണ്ണുനീരോട് വേദനയോട് ഈ കോൺഫറൻസിൽ പങ്കെടുക്കാമെന്ന് വാത്സല്യ വിശ്വാസി ഭജനങ്ങളെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ കർത്താവ് ജയാളിയാണ്, ജയിച്ചവനായിട്ട് ഇരിക്കുകയാണ്. 1:4 പ്രൈസ് ദി ലോർഡ്. 2ാമത് 8:1 ഇരിക്കുകയാണ്. 8:1 ഇരിക്കുന്നത് പുരോഹിതനായിട്ടിരിക്കുകയാണ്. പ്രൈസ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, മധ്യസ്ഥ അണയ്ക്കാൻ വേറെ ആരുമില്ല കേട്ടോ, യേശു മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അത് യേശു മാത്രമാണ്. ഡോക്ടർ അഗസ്റ്റിൻ പ്ലാമ്പാനിയുമായിട്ട് ഞാൻ നടത്തുന്ന സംവാദം യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കണം. മരിയോളജി ആൻഡ് മരിയൻ ഡിവോഷൻ. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ, യേശു ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥതയെ ദുർബലപ്പെടുത്തുന്ന ഒരൊറ്റ വാക്യം ബൈബിളിൽ പ്രിയമുള്ളവരെ കാണിക്കാനില്ല. നമ്മുടെ യേശുവാണ് ഏക മധ്യസ്ഥൻ. നിന്നോട് വാദിക്കുന്നവരോട് വാദിക്കുന്ന ദൈവമുണ്ട്, നിന്നോട് പൊരുതുന്നവരോട് പൊരുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്. പക്ഷപാതം ചെയ്യുന്നൊരു ദൈവമുണ്ട്. അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ ഒരു മധ്യസ്ഥനില്ല. 10:12 യാഗം കഴിഞ്ഞിട്ട് പോയിരിക്കുന്നു. ഇനി ആരും യാഗം വേണ്ട കേട്ടോ. ഇനി ബലി വേണ്ട, കർമ്മം വേണ്ട. ബലി കഴിഞ്ഞു. ഇനി മാസ് അർപ്പിക്കുന്നവൻ യേശുവിനെ വീണ്ടും ക്രൂശിക്കുകയാണ്. ഇനി ബലി അർപ്പിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ ഏക യാഗത്തെ നിഷേധിക്കുക. യാഗം കഴിഞ്ഞു. യാഗം കഴിഞ്ഞിട്ട് അവൻ പോയിരിക്കുകയാണ്. കൂടെയുള്ള യാഗത്തിന് പാപത്തിന് പരിഹാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. കൂടെ പാപം, കൂടെ യാഗം. കൂടെ യാഗം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പഴയ യാഗം റദ്ദായെന്ന്. സ്വതന്ത്രം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അയ്യോ, മനസ്സിലാകുന്ന ഈ സ്വതന്ത്രം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് രാത്രി പ്രിയമുള്ളവരെ, ഇത് പെർപ്പച്വൽ സാക്രിഫൈസ് എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തന്നെ ഒത്തിരി മെസ്സേജ് എനിക്ക് വന്ന് ഈ ടെർമിനോളജി ഉപയോഗിക്കരുത് എന്നാലും ഒന്ന് പറയുക. ചർച്ചക്കുള്ള പാസ്റ്റർമാർ ഭയങ്കര പണ്ഡിതരാ, സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് രാത്രി പ്രിയമുള്ളവരെ, സ്തോത്രം. പെർപ്പച്വൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യാഗം അസാധുവാണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അടുത്ത യാഗം. കൂടെ യാഗം
കഴിഞ്ഞ യാഗത്തെ റദ്ദാക്കിയെങ്കിൽ വൺസ് ഫോർ ഓൾ ഒരിക്കലായി യാഗമർപ്പിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചെങ്കിൽ ഇനി ബലി വേണ്ട, ഇനി യാഗം വേണ്ട, ജപവും തപവും വേണ്ട, തന്ത്രങ്ങളും മന്ത്രങ്ങളും വേണ്ട. യേശു യാഗമായി നമുക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. നാലാമതിരിക്കുന്ന 12:2 പ്രൈസ് ദി ലോർഡ് മാതൃകയായിട്ടിരിക്കുക. മാതൃകയാക്കാൻ ആരുമില്ല കേട്ടോ. എന്ന മാതൃക ആരാണെന്ന് രാത്രി ചെറുപ്പക്കാരോട് പറയട്ടെ. 118 വർഷമായ പ്രസ്ഥാനത്തിന് അതിൻ്റെ കുറവ് കാണും, ഞങ്ങൾക്കതിൻ്റെ കുറവ് കാണും, നിങ്ങൾ ക്ഷമിക്കണം എന്ന വിദ്യാർത്ഥികളോട് ചെറുപ്പക്കാരോട് പറയുന്നു. 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ട് ഒരു പെറ്റ് കേസില്ലാത്ത യേശുവിനെയാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്നത് ആ ക്രിസ്തുവിന്റെ അധ്യാപനമാണ്, ആ ശ്ലൈഹിക പ്രബോധനമാണ്, ദൈവസഭയുടെ ദൈവശാസ്ത്രം. ആരും ദൈവസഭ വിട്ടുപോകരുത്. പ്രൈസ് ദി ലോർഡ്. ചെറുപ്പക്കാരോട് പറയുന്നു, യേശുവാണ് നമ്മുടെ മാതൃക. മാതൃകയായിട്ടിരിക്കുകയാണ്. സ്തോത്രം. ആ യേശു ക്രിസ്തു ആരാണ്? ആ യേശു ക്രിസ്തു എല്ലാവരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതന്മാരെ ആരാധിക്കുന്നവരാണ് യഹൂദന്മാർ. അവരോട് പറയുകയാണ്, ആരാധിക്കുന്നവരല്ല വലുത്, ആരാധന സ്വീകരിക്കുന്ന യേശുവാണ് വലുത്. അതുകൊണ്ട് അവൻ മാലാഖമാരെക്കാൾ ശ്രേഷ്ഠനാണ്. അവൻ ആരാണ്? നിങ്ങളുടെ മധ്യസ്ഥനായ മോശ നല്ല നേതാവാണ്, പക്ഷെ എല്ലാവരെയും അവിടെ എത്തിച്ചില്ല. എന്നാൽ അവൻ ദാസനാണ്. പുത്രത്വ പദവിയുള്ള ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. നിങ്ങളുടെ സൈന്യാധിപനായ യോശുവ നല്ല സോൾജിയറാണ്, പക്ഷെ സ്വസ്ഥതയിൽ എല്ലാവരെയും എത്തിച്ചില്ല. എന്നാ വീണ്ടെടുപ്പിന്റെ സ്വസ്ഥത, ഒരു സ്വത്രം പറഞ്ഞാട്ടെ, നിത്യതയുടെ സ്വസ്ഥത തന്നവൻ ക്രിസ്തുവാണ്. അവൻ യോശുവേക്കാൾ ശ്രേഷ്ഠനാണ്. അവൻ നിങ്ങളുടെ ആചാര്യനായ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയമുള്ളവരെ, അവൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാണ്. 8-ാം അധ്യായത്തിൽ അവൻ പഴയ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠനാണ്. 9-ാം അധ്യായത്തിൽ അവൻ സമാഗമന കൂടാരത്തെക്കാൾ ശ്രേഷ്ഠനാണ്. 10-ാം അധ്യായത്തിൽ അവൻ പഴയ യാഗത്തെക്കാൾ ശ്രേഷ്ഠനാണ്. 11-ാം അധ്യായത്തിൽ നിങ്ങളുടെ സകല നേതാക്കന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയമുള്ളവരെ, സകല ലീഡേഴ്സിന്റെ പേര് 11-ാം അധ്യായത്തിലുണ്ട്. എന്നാൽ അവരൊന്നും മോശമല്ലെന്നല്ല, അവരുടെ വിശ്വാസം സമ്പുഷ്ടം, അവരുടെ വിശ്വാസം ഉത്കൃഷ്ടമാണ്. അവരെല്ലാം കരുത്തന്മാരാണ്, വീരന്മാരെ ഓടിച്ചു കളഞ്ഞവരാണ്, വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയവരാണ്, അവൻ പോരാളികളെ തോൽപ്പിച്ചവരാണ്, സിംഹത്തിന്റെ വായ അടച്ചവരാണ്. അവർ കരുത്തന്മാരാണ്, ശക്തന്മാരാണ്. പക്ഷേ പുതിയ ഉടമ്പടി ശേഷിക്കുന്നത് കൊണ്ട് അവരാരും പൂർത്തീകരിച്ചില്ല. വാഗ്ദത്തം ശേഷിക്കുന്നത് കൊണ്ട്, പുതിയ ഉടമ്പടി ശേഷിക്കുന്നതുകൊണ്ട് അവരാരും പൂർത്തിയാക്കിയില്ല. പക്ഷേ ഇത് ഓഥർ ആൻഡ് ഫിനിഷർ, വിശ്വാസത്തിന്റെ നായകനും ആ വിശ്വാസം പൂർത്തീകരിക്കുന്നവന് ക്രിസ്തുവാണ്. നിങ്ങളിൽ ഫെയ്ത്ത് ജനറേറ്റ്, നിങ്ങളിൽ ഫെയ്ത്ത് ഉണ്ടാക്കിയത് ക്രിസ്തുവാണ്. അതാ വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നിങ്ങളുടെ ഫെയ്ത്തിന്റെ ഓഥർ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ തുടക്കക്കാർ, ഒറിജിനേറ്റർ ക്രിസ്തുവാണ്. ആ ഫെയ്ത്ത് പൂർത്തീകരിക്കുന്നവനും ക്രിസ്തുവാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാക്യമാണ് ഫിലിപ്പിയ ലേഖനം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അത് ഫിലിപ്പിയ സഭയിലെ സാൽവേഷനെ കുറിച്ചാണ്. പ്രിയമുള്ളവർ, റീജനറേഷനെ കുറിച്ചാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടവരെ, വീണ്ടും ജനനം പ്രാപിച്ചവരെ, നിങ്ങളിൽ സാൽവേഷൻ ആരംഭിച്ചത് ക്രിസ്തുവാണ്. നിങ്ങളിൽ ഫെയ്ത്ത് ആരംഭിച്ച ക്രിസ്തുവാണ്. ആ ക്രിസ്തു അത് പൂർത്തീകരിക്കും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? എന്നിൽ ആരംഭിച്ച രക്ഷണ്യ പ്രവൃത്തി, എന്നിൽ ആരംഭിച്ച വിശ്വാസത്തിന്റെ വേല, എന്നിൽ ആരംഭിച്ച ദൈവിക പ്രവൃത്തി ദൈവം പൂർത്തീകരിക്കും. ദൈവമാണ് ഒരു പദ്ധതി ആരംഭിച്ചെങ്കിൽ ദൈവം അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ക്രിസ്തു നേതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 12-ാം അധ്യായത്തിൽ ഹാവേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമാണ് യേശുവിന്റെ രക്തം. 13-ാം അധ്യായത്തിൽ 13:8 യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. ഈ യേശുവിനെ പ്രസംഗിക്കാൻ ഭാഗ്യം ലഭിച്ചതാണ് എൻ്റെ ജന്മത്തിന്റെ സുഹൃതം. പ്രിയമുള്ളവരെ, ഈ യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചതാണ് നിങ്ങളുടെ ജന്മത്തിന്റെ പുണ്യം. ഈ യേശുവിനെ പ്രസംഗിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രബുദ്ധരായ പ്രചാരകരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പുണ്യം ഈ യേശുവിനെ അറിഞ്ഞതാണ്, ഈ യേശുവിനെ പ്രസംഗിക്കുന്നതാണ്. കാരാബുദ്ധി സ്വതന്ത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ആ ക്രിസ്തു വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ കഴിഞ്ഞു പോകണം. ക്രൈസ്റ്റ് റെവലേഷൻ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഏറ്റെടുത്ത പൗലോസാണ് പറയുന്നത്. യേശു ആരാണ് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ആ ഫെയ്ത്ത്, ആ ക്രിസ്തു ശ്രേഷ്ഠനാണ്. ഈ പീഡകളുടെ നടുവിൽ, പീഡനമാണല്ലോ പ്രശ്നം, ആവർത്തന വിരസത വരാതിരിക്കാൻ വേണ്ടി ഓർപ്പിക്കുന്നില്ല. പേഴ്സിക്യൂഷന വിഷയം. പീഡനം കൊള്ളാം, അത് ലൂക്കോസ് 8:13 എൻ്റെ ഒരു കോണ്ടസ്റ്റ് എടുക്കാൻ പറ്റുന്നത്.
എന്ന് പറയാം. വചനം കേട്ടു, പക്ഷേ അവർ സന്തോഷത്തോട് സ്വീകരിച്ചു. തൽക്കാലം എന്നൊരു വാക്കുണ്ട്, ടെമ്പററി, ആ വാക്കുണ്ട്. വചനം കേട്ടു, തൽക്കാലം അത് സ്വീകരിച്ചു. പിന്നീട് പീഡ വന്നപ്പോൾ, സഫറിങ് വന്നപ്പോൾ, പേഴ്സിക്യൂഷൻ വന്നപ്പോൾ പിൻവാങ്ങിപ്പോയി. ടെമ്പററി വിശ്വാസിയാകരുത് കേട്ടോ. ഞായറാഴ്ചത്തെ അറ്റൻഡൻസ് വിശ്വാസിയാകരുത്. സാക്പുന്നം തൻ്റെ ഒരു പ്രബന്ധത്തിൽ പറയുന്നുണ്ട്, കേവലം ബാക്ക് ബെഞ്ച് വിശ്വാസിയായി മാത്രം ഇരിക്കരുത്. ഇന്ന് രാത്രി ഇൻവോൾവ് ആകണം. പ്രൈസല്ല, ഇന്ന് രാത്രി ആക്റ്റീവ് ആകണം. ഇവിടെ നടക്കുന്ന പാട്ടിനകത്തേക്ക് ഇന്ന് രാത്രി എത്ര പേര് കയറി? ഇവിടെ നടക്കുന്ന പ്രസംഗത്തിന്റെ ഉള്ളിലേക്ക് എത്ര പേര് കയറി? ആക്റ്റീവ് ആകുന്ന വിശ്വാസികളായി, ഇൻവോൾവ് ആകുന്ന വിശ്വാസികളായി ഇന്ന് രാത്രി ആയിരിക്കെ അറ്റൻഡൻസ് ബിലീവേഴ്സായി. എന്റർടൈൻമെന്റിന് വേണ്ടി ക്ലബിൽ പോകുന്നത് പോലെ ആര് സഭയ്ക്കകത്ത് വരരുത്. സഭയെ ഗൗരവമായി എടുക്കണം. പ്രൈസലോ. യോധാം ആലയത്തിൽ കയറിയില്ല എന്നൊരു കമന്റ് ഉണ്ട് ഓൾഡ് ടെസ്റ്റമെന്റിൽ. ആലയത്തിൽ കയറി എന്ന് പറഞ്ഞാൽ യോഗത്തിന് വന്നില്ലെന്നല്ല അർത്ഥം. ഇവിടെ വന്നിരുന്നു, പക്ഷെ ആളിവിടെ അല്ല. പ്രൈസലോ. അതുകൊണ്ട് മക്കൾ 7 അയലത്ത് പോലും വന്നില്ല. ഇതിനകത്ത് ഇരിക്കുന്ന കൊള്ളാം, കൈയടിക്കുന്ന കൊള്ളാം, പക്ഷെ യോധാം ആലയത്തിൽ കടക്കാതിരുന്ന പോലെ പാട്ടിനകത്തേക്ക് കയറാതെ, പ്രസംഗത്തിനകത്തേക്ക് കയറാതെ, പ്രമേയത്തിന്റെ ഉള്ളിലേക്ക് ഉൾപ്രവേശനം ചെയ്യാതെ ഇന്ന് രാത്രി ഇവിടെ കാറ്റ് കൊണ്ടിട്ട് പോകാനല്ല വന്നത്. യോധാമിനെ പോലെ ആകരുത്. ഇവിടെ നടക്കുന്ന ആത്മപ്രവർത്തനത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ, പരിശുദ്ധമായോട് പ്രതികരിക്കാൻ, വചനത്തോട് സാധാത്മകമായി പ്രതികരിക്കാൻ, സൃഷ്ടിപരമായി പരിശുദ്ധമായി ഇടപെടാൻ ഇന്ന് രാത്രി തയ്യാറായാൽ അവർ വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തു ആരാണ്? അവരോട് പറഞ്ഞത് തൽക്കാലം. വിദഗ്ധ രൂപമേല പറയുന്നത് വചനം കേട്ടു, പക്ഷേ അത് തൽക്കാലമാണ്. ആസ്വാദം കഴിയുമ്പോൾ ഇത് തീരരുത്. ഉണർവ്. ഉണർവിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. പ്രൈസലോ. ആസ്വാദം കഴിയുമ്പോൾ ഇത് തീരരുത്. കാറ് സ്പീഡിൽ പോകും, റബ്ബറിന്റെ ഇലയെല്ലാം കൂടെ പൊങ്ങും, പിന്നെ താഴെ അവിടെ തന്നെ. പ്രൈസ. പ്രിയമുള്ളവരെ, തൽക്കാലം ടെമ്പററി ആകരുത്. പരീക്ഷ സമയത്ത് പിൻവാങ്ങി പോകരുത്. ഒരു സെക്കൻഡ് ജനറേഷനാണ് ഇവര്. എബ്രായ ലേഖനത്തിലെ ഫസ്റ്റ് ജനറേഷൻ അല്ല, സെക്കൻഡ് ജനറേഷനാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, വില കൊടുത്തവിടെ മാർഗമാണിത്. പ്രൈസ്. ഇവിടെ ഒരു പുസ്തകത്തെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, ഡോക്ടർ റോമനറസൽ എഴുതിയത്. സോവിയറ്റ് യൂണിയന്റെ പ്രതാപ കാലഘട്ടങ്ങളിൽ ഒരു സോൾജിയറായി ജോലി ചെയ്ത വാനിയ KGB രഹസ്യ സംഘടന പറഞ്ഞു, റെഡ് ആർമി പറഞ്ഞു യേശുവിനെ തള്ളിപ്പറയാതെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് സോവിയറ്റ് യൂണിയന്റെ പ്രതാപ കാലഘട്ടങ്ങളിൽ സാമ്രാജ്യത്വം കൊലപ്പെടുത്തിയ വാനിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. പ്രൈസ്. ചുമ്മാതെ വന്നിരുന്ന് ഇതുവരെ നല്ലൊരു സ്വോത്രം പറയാത്തവരുടെ മാർഗമല്ല ഇത്. രക്തസാക്ഷിയുടെ മാർഗമാണ്, വില കൊടുത്തവന്റെ മാർഗമാണ്. 85-ാമത്തെ വയസ്സിലും യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ തള്ളിപ്പറയത്തില്ല. കഴിഞ്ഞ 85 വർഷം എനിക്ക് ദോഷം ചെയ്യാത്ത യേശുവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും എന്ന് പറഞ്ഞ സ്മുർണയിലെ ബിഷപ്പ് പോളികാർപ്പിന്റെ സഭയാണിത്. അവിടെ ഹല്ലേലൂയ പറയാതെ, സ്വപ്നം പറയാതെ, മാർക്കിട്ടും കമന്റ് അടിച്ചും പ്രൈസല പോകാനല്ല ദൈവം ഇതിനെ വിളിച്ചിരിക്കുന്നത്. കമന്റ് അടിച്ചിട്ട് കൂടുതലാണ്. ഞാൻ ഇന്നലെ മെസ്സേജ് കേട്ടു. പ്രൈസലോ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, പ്രൈസല വളരെ വ്യക്തമായി പറയട്ടെ, അതിനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രൈസ്. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകണം. പ്രൈസല അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകണം. ഇത് വില കൊടുത്തവിടെ മാർഗമാണ്. ഷർട്ട് ഉടയാതെ, പ്രൈസല സാരി ഉടയാതെ, അടുത്തിരിക്കുന്നതോട് മുട്ടാതെ, ഇന്ന് രാത്രി റിസ്ക് എടുക്കാതെ, ജീവിതത്തെ അപകടപ്പെടുത്താതെ, പ്രൈസല ആർക്കും അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ വേണം, ഇന്ന് രാത്രി എനിക്കൊരു അനുഗ്രഹം വേണം. അതാഗ്രഹിക്കുന്ന ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവസഭയിലായിരിക്കണം. പ്രൈസലോ. പീഡയുടെ മുമ്പിൽ 1 ഇഞ്ച് പോലും സഭ പുറകോട്ട് മാറരുത്. യേശുവിനെ കർത്താവ് ഏറ്റു പറഞ്ഞതിന്റെ പേരില്ല. ക്രൂസൈഡിന് കൈവക്കിയതുപോലെ എളുപ്പമല്ല. കൈസർ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ് എന്ന് പറയണം. കൈവക്കാൻ പറയും. എത്ര പേരെ പൊക്കുന്നു? പിന്നെ ഒന്നുകൂടെ കാണട്ടെ എന്നൊക്കെ പറയും. അന്നേരമാണ് പിന്നെ പൊക്കുന്നത്. പ്രിയമുള്ളവരെ, കൈസറല്ല. കാരണം കർത്താക്കന്മാർ ഒത്തിരി ഉണ്ട്. ഞാനിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കറിയാം. നിങ്ങൾ പ്രബുദ്ധരാണ്. കൂറിയസ് എന്നുള്ള വാക്ക് എല്ലാവർക്കും ഉണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം. അതുകൊണ്ടാണ് അഡോൺ, ഹീബ്രു അങ്ങനെ വിളിച്ചത്. അധ്യാപകനെ സ്റ്റുഡൻസിന് വിളിക്കാം. ഭരണകർത്താവ് എന്ന് വാക്കില്ലേ, ഭരണകർത്താവ്. കർത്താവ് എന്നുള്ള വാക്ക് ജനറൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് അനവധി കർത്താക്കന്മാരുണ്ടെങ്കിലും ഞങ്ങൾക്ക് യേശു എന്ന ഏക കർത്താവേ ഉള്ളൂ. യേശു എന്ന ഏക കർത്താവേ ഉള്ളൂ. കൈസർ അല്ല ഞങ്ങളുടെ കർത്താവ്. സാമ്രാജ്യത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇമ്പീരിയലിസം അടിച്ചേൽപ്പിച്ച പ്രിയമുള്ളവരെ, എംപറർ വർഷിപ്പ്, ആ കൈസർമാരെ ആരാധിക്കണം പറഞ്ഞ കാലഘട്ടങ്ങളിൽ കൈസറല്ല ഞങ്ങളുടെ കർത്താവ്, യേശുവാണ് ഞങ്ങളുടെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞവരുടെ മാർഗമാണിത്. കേട്ടോ, അതാണ് ദൈവസഭ എന്നോർത്തോളം. അത് ചിലരൊക്കെ പിന്മാറിപ്പോയി. ചിലർ സഭായോഗത്തിന് പോലും വന്നില്ല. അതാ എഴുതിയിരിക്കുന്നത്.
അറസ്റ്റ് മേടിച്ചാണ്. ഒരറസ്റ്റുമില്ല, എന്നിട്ടും കൺവെൻഷൻ വരാത്തവരുണ്ട്. പ്രൈസർ എല്ലാ സൗകര്യം കിട്ടിയിട്ടും വീട്ടിലിരിക്കുന്നവരെ ഓർത്തോണം. പ്രൈസല, ദൈവം നിന്നെ കൈകാര്യം ചെയ്യും. എല്ലാ സൗകര്യങ്ങൾ വാളുകൊണ്ടല്ല നീ രാജ്യം പിടിച്ചത്, നിന്റെ ബുദ്ധി കൊണ്ടല്ല നീ രാജ്യം പിടിച്ചത്. ദൈവം നിനക്ക് നല്ല ദേശം നൽകിയത് എൻ്റെ ചട്ടങ്ങൾ ആചരിക്കാൻ വേണ്ടിയാ, ചട്ടം ആചരിക്കാൻ വേണ്ടിയാണ്, മോണോപ്പിസം പ്രചരിപ്പിക്കാൻ വേണ്ടിയാ, മൊസൈക്കിലോ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയാ നിനക്ക് നല്ല ലാൻഡ് തന്നത്, നല്ല പ്രവാചകരെ നൽകിയത്, നല്ല പുരോഹിതന്മാരെ നൽകിയത്. പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ. സൗകര്യങ്ങൾ കിട്ടിയിട്ടും ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തവർ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലത്തിന് നടുവിലെ ആരാധനയാണ് ശരി ആരാധന. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാ. ജയിലിൽ കിടന്നുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു? അകമ്പടി പട്ടാളം ഈ സുവിശേഷം കേട്ടു. അരമനയിലെ കൈസറിന്റെ അരമനയിലുള്ളവർ സുവിശേഷം കേട്ടു. 4 ലേഖനം പുറത്തു വന്നു. എൻ്റെ ജയില് നിമിത്തം എൻ്റെ സഹോദരന്മാർക്ക് പ്രസംഗിക്കാൻ കോൺഫിഡൻസ് കിട്ടി. അതുകൊണ്ട് എനിക്ക് സംഭവിച്ചത് നഷ്ടമല്ല. ഇന്ന് രാത്രി സഭയോട് പറയുന്നു, നിനക്ക് സംഭവിച്ചത് നഷ്ടമല്ല, നിനക്ക് ഭവിച്ചത് നഷ്ടമല്ല. അത് ഗുണത്തിന് വേണ്ടിയാണ്, അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. പെർസിക്യൂഷൻ നിമിത്തം ചിലർ പിന്മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അവരെ ഉറപ്പിക്കാൻ വേണ്ടിയ ലേഖനം, ബി കോൺഫിഡൻസ്, ബി കറേജ്, ധൈര്യത്തോടെ നിൽക്കുക. സഭായകത്തിന് വരാതിരുന്നു, അവിടെയും ധൈര്യത്തോട് വന്നവരുണ്ട്. സഭായകത്തിന് വരുക മാത്രമല്ല, സഭായകം കഴിഞ്ഞിട്ട് ജയിലിൽ കിടക്കുന്നവരെ പോയി കണ്ടു. അവരെ ഒന്ന് സ്വതന്ത്രം ചെയ്താണ്ട്, ഓ സ്വതന്ത്രം. അങ്ങനെയുള്ള വിശ്വാസികളെയാണ് വേണ്ടത്. തടവുകാരെ പോയി കണ്ടവരുണ്ട്. സമ്പത്തുകളുടെ അപഹാരം, ലാൻഡ് പിടിച്ചെടുത്തു, ജപ്തി നടപടികൾ, ലീഗൽ ഡിസ്ക്രിമിനേഷനാണ്. ന്യൂനപക്ഷമായതിനു പേരിൽ, ക്രിസ്ത്യാനികളായതിനു പേരിൽ ഭരണകൂടം അടിച്ചേൽപ്പിച്ചത്. അതിൻ്റെ നടുവിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വസ്തു നഷ്ടപ്പെട്ടെങ്കിൽ, വീട് നഷ്ടപ്പെട്ടെങ്കിൽ നിരാശപ്പെടേണ്ട. ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്, ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ഭർത്താക്കന്മാരെ, നഷ്ടപ്പെട്ട രക്തസാക്ഷികളുടെ വിധവമാരെ, നിങ്ങൾ കരയണ്ട. ഏറെ നല്ല ഉയർപ്പ് നിങ്ങളുടെ ഭർത്താക്കന്മാർക്കുണ്ട്. നിങ്ങൾ നിരാശപ്പെടേണ്ട, അവർക്ക് ഏറെ നല്ല ഉയർപ്പുണ്ട്, മഹാപ്രതിഫലം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെ ഉറപ്പിക്കുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ യേശുവിനെ നോക്ക്, ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. യേശുവിനെ നോക്ക്. 3:1, 7:4, 12:2, 3:1 പറയുന്നത് അപ്പോസ്തലൻ ആൻഡ് ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിത അപ്പോസ്തലനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. അത് ഇന്നലെ ബേസാറിന്റെ മോൻ ആ ഭാഗം കൃത്യമായി വിവരിക്കുകയുണ്ടായി. ഫിക്സിംഗ് ആണ്. ഇതുവഴി പോകുന്നവർ നോക്കുന്നുണ്ട്. ഇതുവഴി പോകുന്ന ആ നോട്ടമല്ല, ശ്രദ്ധിച്ചു നോക്കുക. കീൻ ഒബ്സർവേഷൻ ആണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ ഗാന്ധിക്കില്ലാത്ത ഗുണം, കാർൽ മാർക്സിനില്ലാത്ത ഗുണം, മാർട്ടിൻ ലൂതർ കിങ്ങിനില്ലാത്ത ഗുണം, ഏബ്രഹാം ലിങ്കനില്ലാത്ത ഗുണം, വൈകുണ്ഠ സ്വാമികൾക്കില്ലാത്ത ഗുണം ഇന്ന് രാത്രി എൻ്റെ യേശുവിനുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവൻ ആരാണെന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ ഈ പേഴ്സിക്യൂഷനിൽ, സഫറിങ്ങിൽ, ഈ പ്രതികൂലത്തിന് നടുവിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരാൾ യേശു മാത്രമാണ്. യേശുവിനെ നോക്ക്. 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇവനത്ര മഹാനെന്ന്, യേശുവിനെ കുറിച്ചല്ല, ശ്രദ്ധിക്കണം, മൽക്കീസദേക്കിനെ കുറിച്ചാണ്. ഇന്റർപ്രറ്റ് ചെയ്താൽ യേശു ആവും. ഇവനത്ര മഹാനെന്ന് നോക്കുവീൻ. ഇത് മൽക്കീസദേക്കിനെ കുറിച്ചാണ്, നമ്മൾ വ്യാഖ്യാനിച്ചാണ് യേശു ആക്കുന്നത്. അതിന്റെ കാരണം 7:4 പറയുന്നുണ്ട്, ദൈവപുത്രന് തുല്യനാണ് മൽക്കീസദേക്ക്. ക്രിസ്തുവിന് തുല്യനായി ബൈബിളിൽ ആരെയും പറഞ്ഞിട്ടില്ല, മൽക്കീസദേക്കിനെ കുറിച്ച് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇവനത്ര മഹാനെന്ന് നോക്കുവീൻ. മഹാന്മാർ അനവധിയുണ്ട്, പക്ഷേ ഇന്ന് രാത്രി മഹാന്മാരിൽ മഹാൻ നമ്മുടെ കർത്താവാണ്. എന്താണ് അതിന്റെ കാരണം പ്രിയമുള്ളവരെ? നിങ്ങളുടെ പാപത്തിന് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചത് യേശുവാൻ. പിശാച് തകർത്ത് കളഞ്ഞ ജീവിതത്തെ പുതുക്കി പണിയാൻ എനിക്ക് ജീവിതം തന്നത് യേശുവാൻ. അവൻ മഹാന്മാരിൽ മഹാനാണ്. 12:2 ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തി യേശുവിനെ നോക്കാം. 12:2 എഴുതാൻ വേണ്ടിയ 11 മുഴുവൻ എഴുതിയെന്ന് പറയുന്ന സ്കോളേഴ്സ് ഉണ്ട് പ്രിയമുള്ളവരെ. കാരണം അത് അവതരിപ്പിച്ചിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നോക്കേണ്ടത് യേശുവിനെയാണ്. അവരുടെ ഫെയ്ത്ത് നല്ലതാ, അവരുടെ പ്രവർത്തനം നല്ലതാ, അവരുടെ ഫെയ്ത്തിന്റെ ഡെമോൺസ്ട്രേഷൻ നല്ലതാണ്, പ്രദർശനം നല്ലതാണ്. പക്ഷേ പൂർത്തിയാക്കിയത് യേശു മാത്രമാണ്. ആ യേശുവിനെ നോക്കുക. ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ നോക്കാൻ കൊള്ളാവുന്നയാൾ യേശു മാത്രമാണ് പ്രിയമുള്ളവരെ. സഹോദരം, അവൻ്റെ പൗരോഹിത്യമാണ് ശ്രേഷ്ഠം. ആ ഫെയ്ത്താണ് ശ്രേഷ്ഠം. ആ ഫെയ്ത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ആദ്യത്തെ ഭാഗം 11-ന്റെ. അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് പിന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. ആ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ പറയുന്നുണ്ട്. ഏറ്റവും അവസാനമാണ്
എൻഡുറൻസ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, ആ യേശു ക്രിസ്തു ആരാണ്? പ്രൈസ് ദി ലോർഡ്. അവൻ വിശ്വാസത്തിന്റെ നായകൻ. പ്രൈസ് ദി ലോർഡ്. മത്തായി 22 പറയുന്ന നായകനെന്ന് ആരും പേരെടുക്കരുത്. അപ്പാഴത്തിൽ പ്രധാന സ്ഥലവും പള്ളി മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനമോ നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ നായകൻ ഒരാളെയുള്ളൂ. അതാരാണ്? അപ്പോസ്തലപ്രവൃത്തി 3:14 ജീവന്റെ നായകൻ. എബ്രായർ 2:10 രക്ഷാനായകൻ. എബ്രായർ 12:2 വിശ്വാസത്തിന്റെ നായകൻ. ഇന്ന് രാത്രി നായകൻ ഒരാളെയുള്ളൂ, അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. ആ യേശുവിനെ നിങ്ങൾ നോക്കണം. ഈ കൺവെൻഷന്റെ പ്രധാനപ്പെട്ട കേന്ദ്രീകൃത പ്രമേയം അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ലുക്ക് അറൗണ്ട് പറയുന്നുണ്ട്. അതാണ് വിറ്റ്നസിനെ നോക്കാൻ പറഞ്ഞത്, ചുറ്റുപാടുകളെ നോക്കാൻ. ലുക്ക് യുവർസെൽഫ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്നെ തന്നെ നോക്കാൻ പറയുന്നത്. ലുക്ക് അറ്റ് ജീസസ്, ക്രിസ്തുവിനെ നോക്കാൻ പറയുന്നുണ്ട്. പക്ഷേ നോക്കാൻ പാടില്ലാത്ത ഒരുത്തൻ അവളുണ്ട്. അത് ഞാൻ എംഫസൈസ് ചെയ്യും. അത് ഓട്ടത്തിൽ വീണുപോയ ഏശാവിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നുണ്ട്, അതൊരു ബാഡ് എക്സാമ്പിൾ ആണ്. നോക്കാൻ കൊള്ളാവുന്ന എക്സലന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ യേശുവാണെങ്കിൽ, ഈ ഓട്ടത്തെ നിങ്ങൾക്ക് നോക്കാൻ കൊള്ളാത്തൊരു ബാഡ് എക്സാമ്പിൾ ഉണ്ട്. അതൊരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞവനാണ്. ഒരു പയറുപായസത്തിന്റെ പേരിൽ ബർത്ത് റൈറ്റ് വിറ്റുകളഞ്ഞ് ഏശാവിനെ അല്ല മാതൃകയാക്കേണ്ടത്, പിന്നെയോ യേശുവിനെയാണ് മാതൃകയാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സവിസ്തരമായ ഭാഗം വിശദീകരിച്ചു വരികയാണ്. അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, അതിൻ്റെ 11-ാം അധ്യായത്തിലെത്തുമ്പോൾ പൗലോസ് ഈ മെറ്റഫർ ഉപയോഗിക്കുകയാണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഭാവാർത്ഥം. ഈ ഓട്ടക്കാരൻ, കായികാഭ്യാസി, പടയാളി, കർഷകൻ, ദാസൻ, വേലക്കാരൻ, ഇതൊക്കെ പൗലോസിൻ്റെ മെറ്റഫറാ. ഓട്ടക്കാരനെ കുറിച്ച് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അത് ഗ്രീക്ക് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അഗോൺ എന്ന വാക്കാണ്, അതിൽ നിന്നാണ് ആഗണി എന്ന വാക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഓട്ടത്തിന് മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, സംഘട്ടനം, പോരാട്ടം, മത്സരം, അത്ലറ്റിക്സിന് മാത്രമല്ല, തേരോട്ടത്തിനും ഇതിനെ ഉപയോഗിക്കും, കുതിരയോട്ടത്തിനും ഇതിനെ ഉപയോഗിക്കും. ഇത് പുരാതന ഗ്രീസിലെ പ്രയോഗമാണ്. ഇത് ഗ്രീക്ക് മിഥോളജിയിലെ ഒരു ദൈവത്തിൻ്റെ പേരാണ് അഗോൺ. അതാണ് ഓട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ആഗണി എന്ന വാക്ക് വന്നത്. ഈ ഓട്ടം സുഖകരമല്ല, വേദനാജനകമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രൂശ് സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ട് ഓടാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഓട്ടം സുഖകരമല്ല, ഈ ഓട്ടം സന്തോഷമല്ല. മുമ്പിലുള്ള സന്തോഷമുണ്ട്. ആ സന്തോഷം മഹത്വത്തിലേക്കുള്ള ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, പിതാവിനുള്ള നല്ല സംസർഗത്തിലേക്കുള്ള മടങ്ങി വരവ്. അതുകൊണ്ട് കണ്ട് പൗലോസ് പറയുകയാണ്, ഈ ഓട്ടം വേദനയുടെ ഓട്ടമാണ്. ഇന്ന് രാത്രി വേദനയോട്, നിരാശയോട്, പ്രതിസന്ധിയുടെ നടുവിൽ ആരെയും കരഞ്ഞുകൊണ്ട് ദൈവസഭയിലായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മാതൃക യേശുവാണ്. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് ഗത്സമനയും ഗബതയും എല്ലാം വിട്ട്, ഇതെല്ലാം ഓട്ടവാ. ഇതിലൂടെ കടന്നാണ് ഓട്ടം പൂർത്തീകരിച്ചത്. അതുകൊണ്ട് വേദനയുടെ ഓട്ടമാണ് ഇത്, കഷ്ടതയുടെ ഓട്ടമാണ് ഇത്, പ്രതിസന്ധിയുടെ ഓട്ടമാണ്. നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതൊരു വലിയ സ്ട്രഗിളാണ്, കോൺഫ്ലിക്റ്റാണ്, കണ്ടസ്റ്റാണ്. അവിടെ എന്താണെന്ന് അറിയാമോ? സ്ഥിരത, ഹുപ്പ്മെന എന്നുള്ള വാക്കാണ്. സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, എൻഡ്യൂറൻസ്. പ്രിയമുള്ളവരെ, അതിൽ നിങ്ങൾ ഓടുമ്പോൾ വിട്ടുകളയേണ്ടത്, അവിടെ പറഞ്ഞിരിക്കുന്ന യുപ്രിസ്റ്റാറ്റോസ് എന്ന് പറഞ്ഞാൽ, ഭാരം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നിങ്ങളെ കുടുക്കിക്കളയുന്ന നിങ്ങളുടെ ഈ വസ്ത്രത്തെക്കുറിച്ചാണ്. ഓട്ടത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഭാരമുള്ള വസ്ത്രം. നിങ്ങൾ ഓട്ടക്കാരെ കണ്ടിട്ടുണ്ടോ? അവരെല്ലാം ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കുറച്ച് വസ്ത്രം ഉപയോഗിക്കും. വേഗത്തിൽ നിങ്ങളെ കുടുക്കിക്കളയുന്ന വസ്ത്രം, ശരീരത്തിൻ്റെ ദുർമേധസ്, അതിനെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയ. ഭാരം എന്ന് പറഞ്ഞാൽ ഒങ്കോസാണ്, അനാവശ്യ ബാധ്യതയുണ്ട്. ഇതിൻ്റെ കോണ്ടസ്റ്റിൽ കർമ്മമാർഗങ്ങളെ വിട്ട് വിശ്വാസ മാർഗത്തിലേക്ക് വന്നൊരു കൂട്ടം ആളുകൾ അനാവശ്യമായ ബാധ്യത, വിട്ടുപോകുന്ന പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, പ്രയോജനമില്ലാത്ത പൂർവിക സ്മരണകൾ, പിതാക്കന്മാർ അതിനെ ഓർത്തത് പോലുമില്ല കേട്ടോ. പിതാക്കന്മാർ അതിനെ ഓർത്തത് പോലുമില്ല. അതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാനിട ഉണ്ടാകുമായിരുന്നു. എന്നാൽ പൂർവ്വസ്മരണകളെ ഓർത്ത്, ആചാരം ഓർത്ത്, ജൂയിഷ് ലീഗലിസം കൈപ്പിടിച്ചുകൊണ്ട്, പാരമ്പര്യത്തെ ഓർത്ത്, ന്യായപ്രമാണത്തിന് മഹിമ പറഞ്ഞ്, അനാവശ്യമായ ബാധ്യത, ആവശ്യമില്ലാത്തതും ആവശ്യമില്ല എങ്കിലും നമ്മൾ ചില കാര്യം എടുക്കുമല്ലോ, അതവിടെ വിചാരിക്കുന്നു. ആ യാത്രയ്ക്ക് ആവശ്യമില്ലാതെ, പക്ഷെ അതുകൂടെ അങ്ങ് എടുക്കും. അത് വേണ്ടെന്ന്. ആവശ്യമില്ലാത്ത കാര്യം ആവശ്യമാണെന്നും പറഞ്ഞെടുത്തോണ്ട് ഓടണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അത് ഓട്ടത്തിന് തടസ്സമാണ്. അനാവശ്യമായ ബാധ്യതകളോട് നമുക്ക് വിട പറയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി ഡെവലപ്പ് ചെയ്യുക പ്രസംഗം. ആ വാക്യങ്ങൾ ഓട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 4-ാം വാക്യത്തിൽ വരുമ്പോൾ പോരാട്ടം പറയുന്നു. അതുകൊണ്ട് ആ വാക്യം ഓട്ടത്തിൽ നിൽക്കുകയല്ല.
പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്തി നിന്നിട്ടില്ല. ഓട്ടക്കാരനെ കുറിച്ച് പറഞ്ഞിട്ട് 4 വാക്കതി മൽപ്പിടുത്തമായി. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ 5-ാം വാക്കതി വരുമ്പോൾ വിഷയം മാറി. ആ ട്രെയിനിങ് നടക്കുന്നത് പിന്നെ അപ്പൻ്റെ കീഴിലാണ്. അതാണ് ബാലശിക്ഷ. നിങ്ങൾ ശ്രദ്ധിച്ച് വരണ ഭാഗം മുഴുവൻ അവിടെ അതൊരു ജിംനേഷ്യത്തിൽ ട്രെയിനറുടെ കീഴിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ട്രെയിനിങ് കഴിയുമ്പോൾ ദുർമേധസ് മാറും. ആ ട്രെയിനിങ് കഴിയുമ്പോൾ ഭാരം കുറയും. ആ ട്രെയിനിങ് കഴിയുമ്പോൾ അനാവശ്യ ബാധ്യതകളെല്ലാം മാറും. ആ ട്രെയിനിങ് കഴിയുമ്പോൾ വേണ്ടാത്തതെല്ലാം തീരും. ആ ട്രെയിനിങ് ആണ് താഴോട്ട് വരുമ്പോൾ പറയുന്നത് അപ്പൻ്റെ കീഴിൽ മകൻ്റെ ട്രെയിനിങ് ആണ് ബാലശിക്ഷ. ആ ബാലശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. അത് നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, പുത്രത്വത്തിന്റെ തെളിവാണ്. നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രി വേദനയിലൂടെ കട്ടതിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്ക്. ബാലശിക്ഷ ദോഷത്തിനല്ല, വിശുദ്ധീകരണത്തിനാണ്, ഗുണീകരണത്തിനാണ്. അത് തൽക്കാലം ദുഃഖമാണെങ്കിലും പിന്നത്തേതിൽ സന്തോഷമാണ്. അണ്ട വിഷയം മാറി മാറി വരികയാണ്. ഓട്ടക്കാരൻ മൽപ്പിടുത്തമായി. പിന്നീട് വന്നിട്ട് ഒരു ഫാമിലി ടെർമിനോളജി ഉപയോഗിക്കുന്നു. ശിശു പരിശീലനമായി. പിതാവിൻ്റെ കീഴിലുള്ള പരിശീലനം, അതാണ് പീഡയാൽ, പേഴ്സിക്യൂഷനാ. പീഡയാലുള്ള പരിശീലനമാണ്. അത് വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ്. ഇതിൽ നിങ്ങൾക്കൊരു മെൻ്റൽ ഹെൽത്ത് വേണം. മെൻ്റൽ ഹെൽത്ത് അതാണ് 12:3. എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കരുത്. മെൻ്റൽ ഫോക്കസാണ്. മെൻ്റൽ ഫോക്കസ് വേണം. അവിടെ നിങ്ങൾക്ക് മനസ്സിന് ധൈര്യം വേണം. മാത്രമല്ല ഫിസിക്കലായിട്ട് ആരോഗ്യം വേണം. അതാ 12-13 വാക്യം. കുഴഞ്ഞ കൈ എന്ന് പറയുന്നുണ്ട്. കുഴഞ്ഞ കൈ, മുടന്ത്, തളർന്ന കൈ, ഇതുകൊണ്ടൊന്നും ഓടാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വളരെ സ്ട്രോങ് ആയിരിക്കണം ഈ ഓട്ടത്തിൽ. അതുകൊണ്ട് തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ. സെക്കൻഡ് ജനറേഷനോട് പറയുന്നു, ആ മന്ദതയിൽ നിന്ന് മടങ്ങി വരുവീൻ, ക്ഷീണത്തിൽ നിന്ന് മടങ്ങി വരുവീൻ, അപ്പോസ്റ്റസി വിശ്വാസത്യാഗത്തിൽ നിന്ന് മടങ്ങി വരുവീൻ, അലസതയിൽ നിന്ന് മടങ്ങി വരുവീൻ. ആരാധന അലക്ഷ്യമാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഭായകം മുടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മഹത്വത്തിലേക്ക് മടങ്ങിവ, കൃപയിലേക്ക് മടങ്ങിവ, സഭയിലേക്ക് മടങ്ങിവ. പ്രൈസ് ദി ലോർഡ്. നെഗറ്റീവ് മെന്റാലിറ്റി വെച്ചുകൊണ്ട് ഓടരുത്. ജയിക്കുമോ? അങ്ങനെ ഉണ്ട് ഒരു കോൺട്രാഡിക്ടറി ഫീലിംഗ്. ഞാൻ ജയിക്കുമോ? വീണ് പോകുമോ? മസിലി പിടിക്കുമോ? പാടില്ല. എനിക്കത് പറ്റത്തില്ല. ഈ ഓട്ടത്തിന് ടെൻഷൻ എന്താണെന്നറിയാമോ? ദീർഘദൂരമാണ്. ദീർഘദൂര ഓട്ടമായതുകൊണ്ടാണ് ഇത് ടെൻഷൻ. 100 മീറ്റർ കൊണ്ട് തീരത്തില്ല, 200 കൊണ്ട് തീരത്തില്ല. ദീർഘദൂര ഓട്ടമാണ്. വേഗം തീരത്തില്ലത്. അതുകൊണ്ട് എനിക്കിത് പറ്റത്തില്ലെന്ന് ആരും പറയരുത്. ലോങ് സ്റ്റാൻഡിങ് പേഴ്സണൽ പ്രോബ്ലം, നിങ്ങളുടെ ആൻസൈറ്റി, ഡിപ്രഷൻ, റോങ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നം. പാസ്റ്റർ സൈമൺ അത് ഇടയ്ക്ക് ഓർപ്പിക്കുണ്ടായി ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ച്. ഇങ്ങനെയുള്ള വ്യക്തിപരമായ പ്രോബ്ലം മനസ്സിൽ വെച്ചുകൊണ്ട് ഓടരുത്. 3 ഇൻവാലിഡ് കമ്പാരിസൺ വിത്ത് അതേഴ്സ്. കൂടെ ഓടുന്നവരുമായി താരതമ്യം പാടില്ല. എന്നെക്കാൾ അവനൊത്തിരി മുന്നില്ല, എന്നെക്കാൾ അവനൊത്തിരി പിന്നില്ല. ഈ താരതമ്യം പാടില്ല. അതുകൊണ്ട് നെഗറ്റീവ് മെന്റാലിറ്റി വിട്ട്, തെറ്റായ ചിന്തകളെ വിട്ട് ഇന്ന് രാത്രി 12:3 പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കരുത്. ഓട്ടക്കാരൻ ഉള്ളിൽ ക്ഷീണിക്കരുത്. മനസ്സ് തളരരുത്. മെന്റൽ ഫോക്കസ് സക്സസ് ആകാൻ ഒരു മറുപടി അവിടെയുണ്ട്. നിങ്ങളുടെ മനസ്സ് ധൈര്യപ്പെടാൻ ഒറ്റ പരിഹാരമേ ഉള്ളൂ. ക്രൂശ് സഹിച്ച യേശുവിനെ ധ്യാനിച്ചു കൊള്ളുവീൻ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ക്രൂശ് സഹിച്ച യേശുവിനെ, ക്രൂശ് വേണ്ടെന്ന് പറഞ്ഞില്ല, ക്ഷമയോട് ക്രൂശ് ഏറ്റെടുപ്പ് യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഓടിയാൽ നിങ്ങളുടെ വിഷാദം മാറും. ഇന്ന് രാത്രി ഭാരം മനസ്സിലുണ്ടെങ്കിൽ, ആൻസൈറ്റി ഉണ്ടെങ്കിൽ, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, വിഷാദമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി മനസ്സിലെ ആകുലത ഉണ്ടെങ്കിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ. ക്രൂശ് സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. പിന്നെ പെട്ടെന്ന് സബ്ജക്റ്റ് ഗ്രീക്ക് ഡുവലിസത്തിന്റെ പ്രത്യേകതയാ. തിരിഞ്ഞും മറിഞ്ഞും സംസാരിക്കും. അങ്ങനെയാ. പിന്നീട് വിഷയം മാറി. എവിടെ വന്നപ്പോൾ 14 വന്നപ്പോൾ വിശുദ്ധിയായി. ഈ ഓട്ടത്തിൽ വേണ്ടത് ഹോളിനെസ് ആണ്. ശുദ്ധീകരണം പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാകുക. വിശുദ്ധീകരണം പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാകുക. അത് കൃത്യമായി അവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒത്തിരി ഹിൻഡ്രൻസ് ഉണ്ട്, ഒത്തിരി തടസ്സങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം ഈ പരിശീലനത്തിൽ മാറണം, ഈ ട്രെയിനിങ്ങിൽ മാറണം. കഷ്ടത അതിൻ്റെ ഒരു ഭാഗമാണ്, പ്രതിസന്ധി അതിൻ്റെ ഭാഗമാണ്, പീഡനം അതിൻ്റെ ഒരു ഭാഗമാണ്. ഓപ്പൺ ഡോർസ് പറയുന്നു, 60 രാജ്യങ്ങളിൽ ഇന്ന് ക്രൈസ്തവ സഭ പീഡിക്കപ്പെടുകയാണ്. ഉത്തര കൊറിയയിൽ, ചൈനയിൽ, നൈജീരിയയിൽ, എറിട്രിയയിൽ ഇന്ത്യ 11ാം സ്ഥാനത്താണ്. എന്ന സഭയെ തകർക്കാൻ ശത്രുവിന് കഴിയത്തില്ല കേട്ടോ. നീറോയും മാർക്കസും ട്രാജനും ഡൊമീഷ്യനും
ഡയോക്ലീഷ്യനും വലേറിയനും വെസ്പേഷ്യനും എല്ലാവരും നോക്കിയിട്ട് തകർക്കാൻ പറ്റാത്ത സഭയെ ഒരു ശത്രുവിനും തകർക്കാൻ പറ്റില്ല. ഒരു ശത്രുവിനും പറ്റില്ല. ഏകാധിപതികൾക്കും ഫാസിസ്റ്റുകൾക്കും ഭരണകൂട ഭീകരത അഴിച്ചുവിടുന്ന മർദ്ദനമുറകൾക്ക് സഭയെ തകർക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും. മിറ്റിൽ കൊണ്ട് മിട്ടിക്കൊണ്ടുമല്ല സഭ പണിയുന്നത്. സഭ പണിയുന്നത് പരിശുദ്ധാത്മാവാണ്. സഭ പണിയുന്നത് കർത്താവാണ്. യേശു തന്റെ രക്തത്തെ സമ്പാദിച്ച സഭ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ഇതൊരു ട്രയലാണ്, ഇതൊരു പരിശീലനമാണ്. ഈ ഓട്ടത്തിൽ, ഈ ജിംനേഷ്യത്തിൽ, ഈ ട്രെയിനറുടെ കീഴിൽ, ഈ അപ്പൻ്റെ കീഴിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പരിശീലനമാണ് പ്രിയമുള്ളവരെ. ആ പരിശീലനങ്ങളെ ഇന്ന് രാത്രി നിങ്ങൾ തെറ്റായി ഉപയോഗിക്കരുത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ദുർമേധസ് പറ്റില്ല, ഒരു കൃത്രിമവും പാടില്ല, ആരാധനയിൽ ശുശ്രൂഷയിൽ ഒരു യാന്ത്രികതയും പാടില്ല, വചന വിരുദ്ധത പാടില്ല. ഇന്ന് രാത്രി സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് പ്രിയമുള്ളവരെ. ലോകത്തിലെ എല്ലാ ദൈവശാസ്ത്രങ്ങളോട് സംവാദം നടത്തി രൂപപ്പെടുത്തിയ പെന്തക്കോസ്ത് ദൈവശാസ്ത്രമാണ് നമുക്കുള്ളത്. അത് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ സോളാ സ്ക്രിപ്ചറ, തിരുവെഴുത്ത് മാത്രമാണ് ശരി. സോളാ ക്രിസ്റ്റാസ്, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഉള്ളൂ രക്ഷ. സോളാ ഗ്രേഷ്യ, കൃപയാലാണ് രക്ഷ കിട്ടുന്നത്. അത് പണം കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടില്ല. സോളാ ഫീഡി, വിശ്വാസത്തിലൂടെ മാത്രം. ഇതാണ് റീഫോംഡ് തിയോളജിയുടെ അടിത്തറ. അതിനോട് സംവാദം നടത്തി രൂപപ്പെടുത്തിയ ദൈവശാസ്ത്രമാണ് ദൈവസഭയുടെ ദൈവശാസ്ത്രം. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്തൊന്നും ഈ ഓട്ടക്കളത്തിൽ ഉപയോഗിക്കരുത്. അത് ദുർമേധസ്സാണ്, അത് ദുർമേധസ്സാണ്. അത് ഇന്ന് രാത്രി തിരിച്ചറിയണം പ്രിയമുള്ളവരെ. സഹോദരം, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? കൃത്യമായി പറഞ്ഞു, പാപം, മനഃപൂർവ്വമായ പാപം എന്നാണ് 10:26 പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഓൾഡ് ടെസ്റ്റമെന്റിൽ പറഞ്ഞിരിക്കുന്നത് അബദ്ധവശ പാപം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, കരുതിക്കൂട്ടി പാപം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ 22 മുന്നറിയിപ്പുണ്ട്. ഒഴുകിപ്പോകാതിരിപ്പോ സൂക്ഷിച്ചുകൊള്ളുവീൻ. രക്ഷ നിങ്ങൾ അഗണ്യമാക്കരുത്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയരുത്. പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കണം. നിങ്ങൾ ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. മനഃപൂർവ്വം പാപം ചെയ്യരുത്. അതുപോലെ തന്നെ അരുളി ചെയ്തവനെ നിരസിക്കരുത്. 22 മുന്നറിയിപ്പ് ഈ ലേഖനത്തിലുണ്ട്. അതിലൊന്ന് മനഃപൂർവ്വം പാപം ചെയ്യരുത്. മനഃപൂർവ്വം പാപം ചെയ്താൽ 3 കുറ്റപത്രം പരിശുദ്ധം അവതരിപ്പിക്കുന്നു. 1, ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നു. 2, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ രക്തത്തെ നിങ്ങൾ മലിനമെന്നെണ്ണുന്നു. 3, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നു. അതുകൊണ്ട് പാപം വിട്ടോടുക, ഭാരം വിട്ട് നിങ്ങൾ ഓടുക. ലുക്ക് അറൗണ്ട്, നിങ്ങൾ നോക്കിക്കോ ചുറ്റുപാടും. അവിടെ പറഞ്ഞിട്ടുണ്ട് ക്രൗഡ് ഓഫ് വിറ്റ്നസ്, അവിടെ പറഞ്ഞിട്ടുണ്ട് അസംബ്ലി ഓഫ് വിറ്റ്നസ്. സാക്ഷികൾ എന്നല്ല, മാർട്ടിറി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രക്തസാക്ഷികൾ എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. സാക്ഷികൾ മാത്രമല്ല, രക്തസാക്ഷികൾ. 11-ാം അധ്യായത്തിലെ ആളുകൾ മാത്രമല്ല, സാക്ഷികളും രക്തസാക്ഷികളും നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവരെ നിങ്ങൾ നോക്കിക്കോ. അതൊരു ഓട്ടത്തിന് പ്രോത്സാഹനമാണ്. പക്ഷെ നിങ്ങളെ ഒന്ന് നോക്കണം, ഓട്ടത്തിന് നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടി. 3, നിങ്ങൾ യേശുവിനെ നോക്ക്. അവനാണ് ട്രെയിനർ, അവനാണ് അപ്പൻ, അവരാണ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്. സ്തോത്രം. എന്നാൽ ലുക്ക് ബാക്ക്, ഒന്ന് പുറകോട്ട് നോക്കണം. അതാണ് 15, 16, 17 വാക്യം. അതെന്താ? അവിടെ ദ ബാഡ് എക്സാമ്പിൾ ഓഫ് ഏശാവിനെ കുറിച്ചുള്ള ബാഡ് എക്സാമ്പിൾ പറയുന്നുണ്ട്. ആൾ അവകാശം നഷ്ടപ്പെടുത്തി കേട്ടോ. അവകാശം പ്രാപിക്കാനാണ് ഈ ഓട്ടം. നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാനാണ് ഈ ഓട്ടം. കൃപ പ്രാപിക്കാനാണ് ഈ ഓട്ടം. വെളിച്ചത്തിന്റെ അവകാശത്തിന് വേണ്ടിയാണ് ഈ ഓട്ടം. പക്ഷേ അവകാശം മുഴുവൻ ഒരു പയറുപായസത്തിന് നഷ്ടപ്പെടുത്തി. ബർത്ത് റൈറ്റ് ആണ്, നിസ്സാര വിഷയമല്ല കേട്ടോ. ബർത്ത് റൈറ്റ്, കടിഞ്ഞൂൽ, ജന്മാവകാശം നിസ്സാരമല്ല. പ്രഭുസ്ഥാനം, പൗരോഹിത്യം, മശികയുടെ പ്രതിസ്ഥാനം, വംശാവലിയിൽ പേര്, രാജസ്ഥാനം, ഡബിൾ പോർഷൻ, പ്രോപ്പർട്ടി ഷെയർ ചെയ്യുമ്പോൾ ഡബിൾ പോർഷൻ, ഇരട്ടിപ്പങ്ക്, ഇതെല്ലാം ജേഷ്ഠാവകാശമാണ്. അടുപ്പത്ത് തിളയ്ക്കുന്ന പയറുപായസം കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ദൈവസഭയോട് പറയുന്നു, അവകാശം ബലി കഴിക്കരുത്, ദൈവകൃപ നഷ്ടപ്പെടുത്തരുത്, ശുശ്രൂഷ നഷ്ടപ്പെടുത്തരുത്, അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ കളഞ്ഞ യേശാവും ഒരു സാധനപാഠമാണ്. ഓട്ടം ലക്ഷ്യത്തിന് വേണ്ടിയാ, ഓട്ടം അവകാശത്തിന് വേണ്ടിയാ, ഓട്ടം ഈ ശിഷ്യത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാ. പക്ഷെ നഷ്ടപ്പെടുത്തി. അവനെ പോലെ അഭക്തനോ ദുർനടപ്പുകാരെന്ന് യേശാവിനെ കുറിച്ച് പറഞ്ഞാൽ ഓട്ടശം നമുക്ക് എങ്ങും കിട്ടത്തില്ല. അരിച്ചു പറക്കി നോക്കിയാലും ദുർനടപ്പുകാരാൻ തോന്നി. നിത്യസ്ത്രീകളെ വിവാഹം കഴിച്ചതാണ് എന്ന് കമൻട്രി ഉണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അത് രൂപേനെ കുറിച്ചാണെന്നും സ്കോളേഴ്സ് പറയുന്നുണ്ട്. രൂപേനും ജേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് പ്രഭുസ്ഥാനം രാജസ്ഥാനം യഹൂദയ്ക്ക് പോയി, പൗരോഹിത്യം ലേവിക്ക് പോയി, ഡബിൾ പോർഷൻ യോസഫിന് പോയി.
പ്രിയമുള്ളവരെ, അഭക്തരാകരുത്, ദുർനടപ്പുകാരാകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ഓട്ടക്കളപ്പിൽ ലക്ഷ്യം തെറ്റി അടിതെറ്റി വീണ യേശാവിനെ പോലെ ആകരുത്. അവകാശം നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. ഉപദേശത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. പ്രൈസ്. ലോകത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. ദുരുപദേശത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. യേശാവ് ഒരു സാധനപാഠമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമല്ലോ, ആഹാബിയ ഭൂമാഫിയ ഇങ്ങനെ കയറി നടക്കുകയാണ് എക്സ്ചേഞ്ച് ഓഫറുമായി. എന്താ എക്സ്ചേഞ്ച് ഓഫർ? ചീരത്തോട്ടം മുന്തിരിത്തോട്ടം നമുക്ക് വെച്ച് മാറാം, വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളിപ്പണം തരാം. ഇങ്ങനെ എക്സ്ചേഞ്ച് ഓഫറുമായി ആളുകൾ വരുന്നുണ്ട്. ഇന്ന് രാത്രി നാബോത്തിനെ പോലെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശം വീട്ടുതരപ്പിൽ എന്ന് പറയുന്ന നാബോത്ത് മാറിയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. ദൈവസഭയെ ചീരത്തോട്ടമാക്കാൻ ആഗ്രഹിക്കുന്ന ആഹാബ്യ ഭൂമാഫിയുണ്ടല്ലോ, ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, രക്തം ചൊരിഞ്ഞുകൊണ്ട് മുന്തിരിത്തോട്ടത്തെ സംരക്ഷിച്ച ആ നാബോത്തിനെ പോലെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഏശാവ് പരാജയപ്പെട്ടു പോയി, രൂബേൻ പരാജയപ്പെട്ടു പോയി. 2 ഗോത്രം അവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞു. മനോഹര ദേശത്തെ അവർ നിരസിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി എത്ര പേർക്ക് അവകാശം വേണം? പ്രൈസ് ദി ലോർഡ്. പയറ് പായസത്തിന്റെ പേരിൽ അതിന് നഷ്ടപ്പെടുത്തിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോസ്റ്റസിയാണ് വിഷയം. ഇവിടെ അപ്പോസ്റ്റസിയ, സഭ വിട്ടുപോയി, ക്രിസ്തുവിനെ തള്ളി പറഞ്ഞു, സ്വർഗീയ ദാനങ്ങളെ തിരസ്കരിച്ചു. ഹിസ്റ്റോറിക്കൽ സാക്രിഫൈസ്, യാഗം വേണ്ട, ക്രിസ്തു തന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദൈവോത്തരനെ തള്ളി പറഞ്ഞ് രക്തത്തെ മലിനമെന്നെണ്ണി കൃപയുടെ ആത്മാവിനെ നിഷേധിച്ച് തൃത്വത്തെ തന്നെ നിഷേധിച്ച കൂട്ടം അവരോട് പറയുന്നത് അപ്പോസ്റ്റസിയാണ്. നിങ്ങളുടെ സാധനപാഠം ഏശാവാണ്. അങ്ങനെ പറഞ്ഞവരെല്ലാം സഭ വിട്ടു പോയിട്ടുണ്ട്. അറിയൂസ് അങ്ങനെയാണ്, യൂത്തിക്കസ് അങ്ങനെയാണ്, അപ്പലോറിയൻ അങ്ങനെയാണ്, യൂസഫ് ജോസഫ് അങ്ങനെയാണ്, പയ്യലപ്പച്ചൻ അങ്ങനെയാണ്, ഡേവിഡ് കൊറോഷ് അങ്ങനെയാണ്, ചാൾസ് റസൽ അങ്ങനെയാണ്, എലൈൻ ജി വൈറ്റ് അങ്ങനെയാണ്, ജോൺ മില്ലർ അങ്ങനെയാണ്. അങ്ങനെ സഭയ്ക്കെതിരെ നിന്നവരെല്ലാം സഭയിൽ നിന്ന് പുറത്തുപോയി. കേട്ടോ, സഭയുടെ ഓർത്തഡോക്സിക്കെതിരെ നിന്നാൽ നിങ്ങൾ ഹെറ്ററോക്സിയാണ്, സഭയുടെ ഡോഗ്മാറ്റിക്കിനെതിരെ നിന്നാൽ നിങ്ങൾ ഹെറസിയാണ്, സഭയുടെ ഉപദേശത്തിനെതിരെ, സഭയുടെ വിശ്വാസ പ്രഖ്യാപനത്തിനെതിരെ നിന്ന അറിയൂസ് മുതൽ ഗ്ലോറിയസ് ഗോസ്പൽ വരെ സഭ വിട്ടുപോയെങ്കിൽ, ഹൈപ്പർ ഗ്രേസ് സഭ വിട്ടുപോയെങ്കിൽ, ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഒരു ഊണിന് വേണ്ടി ജേഷ്ടാവകാശം വിറ്റ് കളയരുത്. സഭയുടെ ദൈവശാസ്ത്രം ബലികഴിക്കരുത്. സഭയുടെ ആരാധനക്രമം വലിച്ചെറിയരുത്. പൗലോസ് പറയുന്നു, വിശ്വാസം മുറുകെ പിടിക്കുക. ഹോൾഡ് യുവർ കൺഫെഷൻ. നിങ്ങളുടെ ഏറ്റുപറച്ച മുറുകെ പിടിക്കുക, നിങ്ങളുടെ പ്രത്യാശ മുറുകെ പിടിക്കുക, നിങ്ങളുടെ ദൈവശാസ്ത്രം മുറുകെ പിടിക്കുക. വ്യാഖ്യാനം പാടിയ പ്രശ്നമാണ്, ഉണർവ് പാടിയ പ്രശ്നമാണ്, ആരാധന പാടിയ പ്രശ്നമാണ്. അറിയാവോ, 1858 ഒക്ടോബർ മാസം 2-ാം തീയതി യേശു ക്രിസ്തു വരുമെന്ന് പ്രവചിച്ചു. കൂടാരത്തിൽ തൊമ്മൻ പ്രവചിച്ചു. അങ്ങനെയാണ് യൂസഫ് ജോസഫ് വഴിതെറ്റിയത്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, വ്യാഖ്യാനം തെറ്റിയാൽ വഴിതെറ്റും, ഉണർവ് തെറ്റിയാൽ വഴിതെറ്റും. മനസ്സിലായോ? കാര്യങ്ങൾ ഉണർവ് പാളിപ്പോയാൽ വഴിതെറ്റിപ്പോകും. അങ്ങനെ കർത്താവ് വന്നില്ല. വരാതിരുന്നപ്പോഴാണ് കാന്ത താമസമെന്തകോന്ന് പാടിയത്. മനസ്സിലായോ? കാണുന്നു ഞാൻ സ്വർഗപട്ടണമെന്ന് പാട്ടെഴുതിയ പൊയ്യലപ്പച്ചൻ എങ്ങനെയാണ് ഹെറസിയായി മാറിയത്? തിരുനെൽവേലി കടപ്പുറത്ത് യേശു വരും പറഞ്ഞ സൗമ്യൽ നാടാർ ചെന്ന് നോക്കിയപ്പോൾ യേശുവിനെ കണ്ടില്ല. കടപ്പുറത്ത് കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. എങ്ങനെയാണ് ദുരുപദേശകനായി മാറിയത്? എങ്ങനെയാണ് ആളുകൾ വിട്ട് മാറിയത്? വ്യാഖ്യാനം തെറ്റിയാൽ പ്രശ്നമാണ്. ഉണർവ് പാളിയാൽ നിങ്ങൾ യൂയോമയമാകും, അല്ലെങ്കിൽ വേറെ ദുരുപദേശ സംഘമാകും. ഇന്ന് രാത്രി അതുകൊണ്ട് വാചനത്തിൽ ഉറച്ചു നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ നോക്കട്ടെ, വാചനത്തിൽ അടി ഉറച്ചു നിൽക്ക്. പ്രൈസ് ദി ലോർഡ്. അവകാശം പ്രാപിക്കാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് ആണ് നമ്മൾ ഓടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ കയ്പുള്ള വേര്, അത് ഓൾഡ് ടെസ്റ്റമെന്റിലെ ടെർമിനോളജിയാണ്. ആവർത്തനം 23:17 നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അതാണ് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കയ്പുള്ള വേര് എന്ന് പറഞ്ഞാൽ വേര് കയ്പാണെങ്കിൽ ഫലവും കയ്പായിരിക്കും, ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഈ യോഗത്തിൽ ഇന്ന് രാത്രി കയ്പുള്ള വേര് മുളച്ചു വരരുത്. വേര് കയ്പാണെങ്കിൽ ക്യാരക്ടറും കയ്പായി മാറും. പ്രൈസ് ദി ലോർഡ്. നഞ്ചും കയ്പുള്ള ഫലം കായ്ക്കുന്ന ഒരു വേരും ഇന്ന് രാത്രി യോഗത്തുണ്ടാകരുത്. വിഭാഗ്യത മാറട്ടെ, ഭിന്നത മാറട്ടെ, പരിഭവം മാറട്ടെ, പിണക്കം മാറട്ടെ, കയ്പ് മാറട്ടെ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലുക്ക് അപ്പ്. എന്നിട്ട് നിങ്ങൾ മോളോട്ട് നോക്കുമ്പോൾ ദ ഗ്ലോറി ഓഫ് ദ സിറ്റി,
പ്രൈസലോ സിയോൻ കാണാം. പ്രൈസലോ എന്നിട്ട് പറഞ്ഞു ലുക്ക് എഹഡ്, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അൺഷേക്കബിൾ കിങ്ഡത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യം പറഞ്ഞാണ് ചാപ്റ്റർ അവസാനിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം തെറ്റിയില്ല കേട്ടോ. നിങ്ങൾ വന്നിരിക്കുന്ന സീനായുടെ അടിവാരത്തേക്കല്ല, ഭീതിപ്പെടുത്തുന്ന മരണത്തിന്റെ ഭയപ്പെടുത്തുന്ന സീനായുടെ അടിവാരത്തിലേക്കല്ല നിങ്ങൾ വന്നത്. പിന്നെയോ സിയോന്റെ അടുക്കലേക്കാണ് വന്നത്. മൗണ്ട് സീനായുടെ അടുക്കലേക്ക് വന്നവർ ഭയപ്പെട്ടെങ്കിൽ മൗണ്ട് സിയോന്റെ അടുക്കലേക്ക് വന്നവരോട് പറയുകയാണ്, നിങ്ങൾ വന്നിരിക്കുന്നത് ഭയത്തിന്റെ അടുക്കലേക്കല്ല, കൃപയുടെ അടുക്കലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദ്യമാണ് സഭ. യേശുവിന്റെ രക്തത്തിന്റെ അടുക്കലേക്കാണ് വന്നിരിക്കുന്നത്. രണ്ട് ബൈനറിയാണ് കേട്ടോ. 18-ാം വാക്യത്തിൽ സീനായിയെ കുറിച്ച് പറഞ്ഞിട്ട് 22-ാം വാക്യത്തിൽ സിയോനെ കുറിച്ചാണ് പറയുന്നത്. സീനായും തമ്മിലുള്ള രണ്ട് ദ്വന്ദ്വം അവതരിപ്പിക്കുക. എന്നിട്ട് സീനായിൽ മരണഭയമാണ്, ആരും തൊടരുത്, സ്പർശിക്കരുത്. എന്നാൽ 22-ാം വാക്യത്തിൽ പറയുന്നു, ഇവിടെ കൃപയാണ്, ഇവിടെ തൊടാം, ഇവിടെ സ്പർശിക്കാം, ഇവിടെ യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തം കൊണ്ട് സീനായിയെ കണ്ണിക്കുക. പിടികിട്ടിയോ? മനസ്സിലായെങ്കിൽ സ്വതന്ത്രം ചെയ്ത്. അതറിയാത്ത പാട്ടെഴുത്തുകാരനാണ് സീനായിലെ കാര്യം പാടുന്നത്. മനസ്സിലായോ? 22-ാം വാക്യം കൊണ്ട് 18-ാം വാക്യം റദ്ദ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 18-ാം വാക്യം മാത്രം കണ്ട പാട്ടെഴുത്തുകാരാണ് അത് എഴുതുന്നത്. തിയോളജിക്കലി ഇൻകറക്റ്റാ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, സ്തോത്രം, ഇന്ന് രാത്രി നിങ്ങൾ വന്നിരിക്കുന്നത് സ്തോത്രം യേശുവിന്റെ രക്തത്തിന്റെ അടുക്കലേക്കാണ്. പ്രൈസ് ദൂതന്മാരുടെ സർവ്വസംഘത്തിന്റെ അടുക്കലേക്കാണ്. ഇന്ന് രാത്രി നിങ്ങൾ വന്നിരിക്കുന്നത് നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കലേക്കാണ്. പ്രൈസ് അവിടുത്തെ കൃപയാണ്. സീനായിൽ ലോയാണെങ്കിൽ പ്രിയമുള്ളവരെ ഈ സിയോനിൽ കൃപയാണ്. അവിടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. എന്നിട്ട് തീർന്നില്ല. നിങ്ങളുടെ ലക്ഷ്യം ഈ സിറ്റിയാണ്. പ്രൈസ് ഏത്? മൗണ്ട് സിയോൻ. സ്തോത്രം. നിങ്ങളുടെ ലക്ഷ്യം ഇളകാത്ത രാജ്യമാണ്. പ്രൈസ് സിയോനിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ലക്ഷ്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായ ദൈവത്തെ സേവിക്കുക. നമ്മുടെ കർത്താവ് വരാൻ പോയി. കരമുറ്റി സ്വതന്ത്രം ചെയ്താട്ടെ. നമ്മുടെ യേശു വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? യേശു മടങ്ങി വരും. അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. കരമുറ്റി സ്വതന്ത്രം ചെയ്താട്ടെ. അതിനു മുമ്പ് കനക സിംഹാസനങ്ങൾ കടലെടുക്കും, തിരമാലകൾ നിലച്ചു പോകും, ഏകാധിപത്യ ചരിത്രത്തിന്റെ ചവിറ്റുകൊണ്ടിലേക്ക് എറിയപ്പെടും. പ്രിയമുള്ളവരെ, താരകങ്ങൾ ഉതിർന്നു വീഴും. പള്ളക്കാടുകളിൽ നിന്ന് സെമിത്തേരിയിൽ ആത്മാക്കൾ തിരികെ വിളിക്കപ്പെടും. ദൈവസഭ മറ്റൊരു ആത്മമണ്ഡലത്തിലേക്ക് പറന്നുയരും. ബാബുലോണി സാമ്രാജ്യവും മേദ്യ പാർസ്യ സാമ്രാജ്യവും ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം തകർന്നടിഞ്ഞെങ്കിൽ തൻ്റെ 5-ാം സാമ്രാജ്യം സ്ഥാപിക്കാൻ നമ്മുടെ യേശു മടങ്ങി വരാൻ പോകുകയാണ്. ഈ സകലത്തിനെ അവൻ ഇളക്കാൻ പോകുന്നു. ഹഗ്ഗായി പ്രവചനത്തിന്റെ കൊട്ടേഷനാണ്. അവൻ ഭൂമിയെ ഇളക്കും, കടലിനെ ഇളക്കും എന്ന ഇളകാത്തൊരു രാജ്യം വരാൻ പോകുകയാണ്. അതാണ് സഭയുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ പ്രത്യാശ. യേശു വരാൻ പോകുകയാണ്. നിങ്ങളുടെ മരിച്ചവരെ നിങ്ങൾ കാണും കേട്ടോ. ഈ ശരീരം മർത്യമായത് അമർത്യത്തെ ധരിക്കാൻ പോകുകയാണ്. മരണം നീങ്ങി ജയം വരാൻ പോകുകയാണ്. നിങ്ങളുടെ കണ്ണുനീര് മാറാൻ പോകുകയാണ്. നിങ്ങളുടെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീരവൻ തുടച്ചു മാറ്റാൻ പോകുകയാണ്. ഇനി മരണമുണ്ടാകുകയില്ല. അല്പസമയ കർത്താവിന് സ്വതന്ത്രം ചെയ്താട്ടെ. കണ്ണുനീർ തുടയ്ക്കാതെ നമ്മുടെ യേശു മടങ്ങി വരാൻ പോകുക. നമ്മുടെ ഓട്ടം അവിടെ തീരും കേട്ടോ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപതിനുള്ളിനെ മറന്നുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടി ഓട്ടം തികച്ചെന്ന് പറഞ്ഞ് എഴുത്തുകാരൻ പറയുന്നു. ഇന്ന് രാത്രി സിയോനാണ് നമ്മുടെ ലക്ഷ്യം, ഇളകാത്ത രാജ്യമാണ് നമ്മുടെ ലക്ഷ്യം. ആ പ്രത്യാശയുള്ളവർ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി സ്തോത്രം, നമ്മുടെ കർത്താവ് വരാൻ സമയമായി. അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. ഈ സഭ, ഈ യോഗത്തിൽ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ യോഗം നഷ്ടമല്ല, ഈ കൺവെൻഷൻ നഷ്ടമല്ല, 101ാമത് ജനറൽ കൺവെൻഷൻ നഷ്ടമല്ല. കാരണം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, കൃത്യമായി പെനിട്രേറ്റ് ചെയ്യുന്ന, കൃത്യമായി പരിശുദ്ധം ഉൾപ്രവേശിക്കുന്ന ദൈവിക സന്ദേശങ്ങളാണ് പകലും രാത്രിയിലുമൊക്കെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷ്യം കർത്താവാണ്, നമ്മുടെ ലക്ഷ്യം കർത്താവാണ്, സിയോനാണ്. ഇളകാത്ത രാജ്യം നമുക്ക് പ്രാപിക്കാം.